ഹായ് നമസ്കാരം. വളരെ എല്ലാവരോടും ആദ്യം ക്ഷമ ചോദിക്കണം. ഒരു ടെക്നിക്കൽ എറർ സംഭവിച്ചു. നമ്മൾ ഇതിൽ സംസാരിക്കേണ്ട ആൾക്കാർ ചിലരൊക്കെ നമ്മളെ ഒരു വർഷത്തിലേറായിട്ട് സ്റ്റോപ്പ് ചെയ്ത് കിടന്നു എന്ന് പറഞ്ഞ ഒരു കമ്പനിന്റെ ഒരു വർഷത്തിന് ശേഷമുള്ള ഒരു ആരവാണ് ഇപ്പൊ നമ്മൾ ഈ കാണുന്നത്. ഒരു സൂം മീറ്റിംഗ് നടത്താൻ പോലും പറ്റണില്ല. ആയിരത്തിന്റെ മേലെ 1000 ആളോളം ഇതിലും യൂട്യൂബിലുമായിട്ട് ആളുകൾ, നമുക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് കയറാൻ പോലും പറ്റാത്ത ഒരു രീതിയിലേക്ക് ഉള്ള ഒരു അവസ്ഥയാണ് ഇപ്പോഴും ഹൈറിച്ചിലുള്ള ഈ മെമ്പേഴ്സിനുള്ളത്. അപ്പോ ഏത് രീതിയിലാണെങ്കിലും നമ്മൾ ആ കമ്പനിയെ നമ്മൾ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് ഇപ്പൊ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അപ്പോ കുറഞ്ഞ സമയം ലേറ്റായി പോയതിന് ആദ്യമേ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. പിന്നെ 2 ദിവസമായിട്ട് മാധ്യമങ്ങളിലും മറ്റൊക്കെ ഒരുപാട് ന്യൂസുകൾ വന്നു. ഒരുപാട് ആളുകൾ ആശങ്കയിലായി. നമ്മൾ വളരെ നല്ല ഒരു നിയമ പോരാട്ടം നടത്തിക്കൊണ്ടാണ് ഇതുവരെ പോന്നുകൊണ്ടിരുന്നത്, എല്ലാവർക്കും അറിയാം. അങ്ങനെ അതിന്റെ ഒരു വിധി നമുക്ക് ഇന്ന് വരും നാളെ വരും എന്നുള്ള രീതിയിൽ കുറെ കാലം എല്ലാവരും അത് കാത്തു നിന്നു. അവസാനം ആ വിധി വന്നത് സന്തോഷത്തോടു കൂടിയുള്ള ഒരു സങ്കടമാണ് ഉണ്ടായത്. കാരണം എന്താ, അത് നമ്മൾ കേസ് നടത്തുന്ന നമ്മളും നമുക്ക് എതിരുള്ള ആളുകളും ഒരേ മാതിരി ആ കേസ് ടീമും വിജയിക്കുന്ന ഒരു രീതിയിലേക്ക്, 2 ടീമും അലോ ചെയ്തിട്ടുള്ള ഒരു രീതിയിലേക്കാണ് ആ കേസ് വന്നത്. അപ്പൊ ഇവിടെ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്ര കാലം ആ കേസിന്റെ ഒരു വിധി കാത്തു നിൽക്കുമ്പോ രണ്ടും അലോ ചെയ്ത് വരുമ്പോ നമുക്ക് അതിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്ക് കമ്പനി സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കൂല, എന്നാലോ നമ്മൾ അതിൽ അലോ ആയിട്ടും. അപ്പൊ ഇത് രണ്ടിലുള്ള കാര്യങ്ങളെ കറക്റ്റ് ചെയ്ത് കിട്ടത് ഹൈക്കോടതിയിൽ നിന്നാണ്. അപ്പോ ഹൈക്കോടതിയിലേക്ക് അതിന്റെ ബാക്കി കാര്യങ്ങൾ നീങ്ങുക, അതിന് എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് നമുക്കും വേണമല്ലോ അറിയാം. ഇപ്പോ ഞാൻ നിങ്ങളെ മുന്നിൽ ഇപ്പൊ നമ്മൾ ഈ ഒരു സൂമുമായി വന്നിട്ടുള്ളത് 2 രീതിയിലുള്ള കാര്യങ്ങളെ പറ്റി സംസാരിക്കാനാണ്. 2 സ്റ്റെപ്പായിട്ട് നമ്മൾ ഈ വിഷയം നിങ്ങളോട് പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, കമ്പനി അതിന്റെ നിയമ പോരാട്ടം നടത്തിക്കൊണ്ടേയിരിക്കും. കാരണം ആ കമ്പനി അതിന്റെ കൺസെപ്റ്റുമായിട്ട് വരിക എന്നുള്ളത് കമ്പനിയുടെ ലക്ഷ്യമാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കമ്പനി സ്റ്റോപ്പ് ചെയ്തിട്ടും അല്ലെങ്കിൽ കമ്പനീനെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിട്ടും അക്കൗണ്ടുകളിൽ നമ്മളോടൊക്കെ ഫണ്ട് അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തത്, സാധാരണ ഇത്തരം കമ്പനികളൊക്കെ ഒരു വിലങ്ങ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബ്ലോക്ക് വീണ് കഴിഞ്ഞാൽ അവരുടേതായ കാര്യങ്ങൾ നോക്കി മറ്റു ഭാഗങ്ങളിലേക്ക് മാറി നിന്ന് പോവാറാണ് പതിവ്. ഇവിടെ മാനേജ്മെന്റ് നമ്മളോട് അത്തരം സഹകരണത്തോടു കൂടിയാണ് നമുക്ക് ഈ കമ്പനി തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ ഇതിന് നിയമ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഒരു കമ്പനിയെ പ്രത്യേകിച്ച് ഇതിൽ എടുത്തു പറയാനുള്ളത്, 8 വർഷത്തോളമായിട്ട് എന്നാണോ ഈ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുള്ളത്, ആ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത ദിവസം വരെയും ഈ കമ്പനി നമുക്കാർക്കും പറഞ്ഞ വാക്ക് മാറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ എന്തിനാണ് ഇത്തരം ഒരു കമ്പനിയെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് നമ്മളുടെ സുരക്ഷയ്ക്ക് വേണ്ടി, ജനങ്ങളുടെ പണത്തിന്റെ സമ്പത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ഗവൺമെന്റ് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഇത്തരം ഒരു സാഹചര്യം ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോ ജനങ്ങളുടെ പണം നഷ്ടപ്പെടുമോ എന്നുള്ള ആ ഒരു ആശങ്കയിലാണ് ഗവൺമെന്റ് ഈ കമ്പനിയെ സ്റ്റോപ്പ് ചെയ്തത്. എന്നാൽ അതുവരെ ഒരു രീതിയിലും ഒരാളെ പോലും ഒരു പറഞ്ഞ വാക്ക് മാറ്റിക്കാതെ കൃത്യമായിട്ട് പോയി കൊണ്ടിരിക്കുന്ന ഒരു കമ്പനി, അഥവാ ഇനി ഇവരെ സമ്പത്തിനെ നഷ്ടപ്പെടുത്തുക അല്ലെങ്കിൽ ഈ സമ്പത്തിനെ ഒന്നിച്ച് ഇവര് കൊടുത്തു പോവോ എന്നുള്ള ആ ഭയമാണ് ഈ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചത്. എന്നാൽ ആ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ച ആ ഭയപ്പെട്ടതിന്റെ പേരിൽ നമുക്ക് വേണ്ടിയാണ് ഗവൺമെന്റ് ഭയപ്പെട്ടത് ഈ കമ്പനീനെ നമ്മൾ സേഫാക്കാൻ. അപ്പൊ ആ സേഫാക്കാൻ വേണ്ടി ഭയപ്പെട്ടത് അന്ന് മുതൽ ഇന്ന് വരെ ലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണിയിലാണ്. ഓരോ ആൾക്കാരും അവരവരെ ഇപ്പോ കംപ്ലൈന്റ് വെറും 42 FIR ആണ് ഈ 1.5 കൊല്ലമായിട്ട്, ഒരു കൊല്ലത്തിന് മുകളിലായി കാര്യങ്ങൾ നടക്കുന്നത്. 10-15 ലക്ഷം ആളുകളിൽ നിന്ന് നിർബന്ധിച്ച് FIR ഇട്ടതിന്റെ പേരിൽ FIR ഇട്ടാലേ നിങ്ങൾക്ക് കാശ് കിട്ടുള്ളൂ എന്ന് പല ആളുകളും
പറഞ്ഞു കൊടുത്തതിന്റെ പേരിൽ ഇട്ട FIRകൾ 40-42 ഉള്ളൂ. അപ്പൊ ഈ 42 ആൾക്ക് മാത്രമുള്ള ഒരു മാനസിക പ്രശ്നം മാറ്റി നിർത്തിയാൽ അതും എന്നുണ്ടായ മാനസിക പ്രശ്നമാണ് അവിടെ ചിന്തിക്കണം. കമ്പനി ഫ്രീസ് ചെയ്തതിന് ശേഷം പൈസ കിട്ടാത്ത പ്രശ്നമാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോ അവർക്ക് വേണ്ടിയിട്ട് ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ കമ്പനി ആവശ്യമുള്ളത് കൊണ്ടാണ് കൂടുതൽ FIRകൾ ചെല്ലാത്തത്. അല്ലാതെ ഇത് കള്ളപ്പണമായതിന്റെ പേരിലല്ല. ഇവിടെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ആരും ഇതിന്റെ കേസുമായി മുന്നോട്ട് പോവാത്തത് ഐറിച്ചിൽ കള്ളപ്പണമാണ് ഒഴുകിയിട്ടുള്ളത് എന്നാണ്. എന്റെ മുന്നിൽ ഇരിക്കുന്ന ആയിരക്കണക്കിന് ആളുകളോട് ഞാൻ പറയാണ്, നിങ്ങൾ ഐറിച്ചിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഐറിച്ചിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങാനോ അല്ലെങ്കിൽ ഒരു കൺസൈൻമെന്റ് അഡ്വാൻസ് ആയിട്ട് നിങ്ങൾ കൊടുത്തതോ നിങ്ങൾ ആരെങ്കിലും കള്ളപ്പണമായിട്ടാണോ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം. എന്റെ അറിവിൽ കമ്പനി പോലും അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ പോലും അക്കൗണ്ടിലൂടെ അല്ലാതെ ഒരു പണം കമ്പനിയിലേക്ക് സ്വീകരിച്ചിട്ടില്ല. തിരിച്ചു കൊടുത്തിട്ടുള്ളതും കൃത്യമായിട്ടും ആ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് മാത്രം കിട്ടിയ ഒരു സിസ്റ്റത്തിൽ പോകുന്ന ഒരു കമ്പനി. ആ കമ്പനിയിലെ ഗോൾഡ് പണയം വെച്ചിട്ടും നമ്മളെ ഭൂമി വിറ്റിട്ടും പല രീതിയിലായിട്ട് അതിനെ അസോസിയേറ്റ് ചെയ്ത ഈ വ്യക്തികളുടെ പണം കള്ളപ്പണമായത് കൊണ്ടല്ല കേസ് കൊടുക്കാത്തത്. ഇത് ഞങ്ങൾക്ക് ഈ കമ്പനി തിരിച്ചു വേണം എന്നുള്ള ആ ഒരു ജനങ്ങളുടെ കോൺഫിഡൻറ്റിൽ നിന്നാണ്, ജനങ്ങൾക്ക് ആ മാനേജ്മെന്റിലുള്ള വിശ്വാസത്തിൽ നിന്നാണ് ഇത്തരം ഒരു കേസിലേക്ക് പോവാതെ എല്ലാവരും ഒതുങ്ങി നിന്നത്. അത് അധികാരികൾ ഈ വീഡിയോ കാണാൻ ഇടയാകും. അതുകൊണ്ട് റിക്വസ്റ്റ് ആയിട്ട് പറയാണ്, ഞങ്ങളുടെ ആരുടെയും പണം കള്ളപ്പണമല്ല എന്നുള്ളതിന്റെ ഒരു തെളിവാണത്. അടുത്ത ഒരു കാര്യം പറയുന്നത്, ഇനി രണ്ട് വശമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോ മാനേജ്മെന്റ് കൃത്യമായിട്ട് തന്നെ ഈ കമ്പനിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള നിയമ പോരാട്ടം നടത്തണം. കുറച്ച് ആളുകൾ FIR ഇട്ടിട്ടുണ്ട്. ഇനി കുറച്ച് ആളുകൾക്ക് FIR ഇടാൻ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. പക്ഷെ സ്റ്റേറ്റ്മെന്റ് ജഡ്ജ്മെന്റിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, കക്ഷി ചേർന്നുകൊണ്ട് കമ്പനിക്കെതിരെ കക്ഷി ചേർന്നുകൊണ്ടുള്ള ചില കാര്യങ്ങൾ കൂടി വന്നത് കൊണ്ടാണ് കോടതിക്ക് സമയത്തിനനുസരിച്ച് ഇത് തീർത്തു കൊടുക്കാൻ പറ്റാതെ പോയത്. അപ്പൊ ഇത്തരം FIRകളൊക്കെ നമ്മൾക്ക് കാലതാമസം നമുക്ക് വരുത്തിയിട്ടുണ്ട്. ഇന്ന് ആ FIR ഇട്ട ആളുകൾക്ക് അവർക്കുള്ള ഫണ്ടെങ്കിലും കിട്ടുന്ന ഒരു രീതിക്കോട്ട് കാര്യങ്ങൾ എത്തിയിട്ടില്ല. അപ്പൊ ഇങ്ങനൊക്കെ വന്നു. ഏതായാലും ശരി, നമ്മളെ കമ്പനി ഏറ്റവും പ്രഗത്ഭരായ കുറച്ച് അഡ്വക്കേറ്റ്സിനെയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് സുപ്രീം കോടതിയിലുള്ള വക്കീലും അവരുടെ ഒരു ടീമുമായിട്ട് ഇതിലെ ഹൈക്കോടതിയിലേക്കുള്ള മൂവിങ്ങിന് ഇന്നലെ തീരുമാനമായി. ഇത് തീരുമാനിച്ചപ്പോൾ ഞങ്ങൾക്ക് ആശങ്ക ഉണ്ടായിരുന്നു. കാരണം ഇത്ര കാലം ഇങ്ങനെ കേസ് മാറ്റിവെക്ക ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ പോരുമ്പോ ഇതിനെ ഞങ്ങൾക്ക് തിരിച്ചു തരാൻ ഇവർക്ക് പറ്റുമോ, അല്ലെങ്കിൽ എന്താണ് ഇവരുടെ ഉദ്ദേശം, ഇത് ഞങ്ങൾക്ക് അറിയണം. അങ്ങനെ ഞങ്ങൾ ഒരു 10, 25, 30ഓളം വ്യക്തികൾക്ക് ഈ വക്കീലുമാരായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം ലഭിച്ചു. ഞങ്ങള് പോയ 10, 30 ആളുകളും ഈ വന്നിട്ടുണ്ടാവാം. ഞങ്ങൾ പോയി അതില് എറണാകുളത്തെ ഓഫീസിൽ വെച്ചിട്ടാണ് നമ്മൾ മീറ്റിംഗ് നടത്തിയതെങ്കിലും ഓൺലൈനായിട്ട് നമ്മളെ അഡ്വക്കേറ്റ്, സുപ്രീം കോടതി അഡ്വക്കേറ്റ് ഡൽഹിയിൽ നിന്ന് ഓൺലൈനായിട്ട് അതിൽ പങ്കെടുത്തു. വളരെ കോൺഫിഡന്റ് ആയിട്ട് നമ്മളോട് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞു. കമ്പനിയോടുള്ള നമ്മളുടെ വിശ്വാസം ആ കാര്യങ്ങൾ ഞങ്ങളോട് ചോദിച്ചു. അതുപോലെ തന്നെ ഇത്രയും വലിയ ഒരു കമ്മ്യൂണിറ്റിക്ക് ഇത്രയും വലിയ ഒരു വിപത്താണ് ഇത് സ്റ്റോപ്പ് ചെയ്തതോടുകൂടി ഉണ്ടായത് എന്ന് പൊതുജനങ്ങളിലേക്ക് ഇതുവരെ എത്താത്ത ഒരു വിഷയം. അതുകൊണ്ടാണ് ഇതിനെ ആർക്കും ഈ കമ്പനി വേണം എന്നുള്ളതിന്റെ ആവശ്യകതയെ കുറിച്ച് ഇന്ന് വരെ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു വിഷയം അതിൽ വരണം. നമ്മൾ എന്തുകൊണ്ട് പെടുത്തിയില്ല, അത് ആ രീതിയിൽ കമ്പനി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്നാണ്. അപ്പൊ ഇപ്പൊ കമ്പനി നല്ല ഒരു ടീമിലേക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ആ എത്തിച്ച ടീം നമുക്ക് 100% ഈ കമ്പനി ബഡ്സിൽ വരുന്ന ഒരു കമ്പനി അല്ല. അതുകൊണ്ട് നിങ്ങൾ ബഡ്സിൽ വരൂല, ആ കാര്യങ്ങൾ ഞങ്ങൾ ക്ലിയർ ചെയ്യും. കാരണം ഇത് ചെയ്തു പോന്ന ഒരുപാട് ഭാഗങ്ങളിൽ നിങ്ങൾക്കും മിസ്റ്റേക്ക് സംഭവിച്ചു, അതുപോലെ തന്നെ പല ഭാഗങ്ങളിലും മിസ്റ്റേക്ക് സംഭവിച്ചു. ഇനിയെങ്കിലും ആ മിസ്റ്റേക്ക് വരാതെ നമുക്കത് ക്ലിയർ ആക്കി എടുക്കാം എന്നാണ് ഇന്നലെ ഉറപ്പ് തന്നത്. ഇന്ന് ഞങ്ങൾ ഒരു സൂം മീറ്റിംഗ് വെക്കാൻ കാരണം ഞങ്ങൾക്ക് കിട്ടിയ ഒരു കോൺഫിഡന്റ് അത് നിങ്ങളോട് കൂടി പറയാം. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്, ആ രണ്ടാമത്തെ ഭാഗത്തേക്ക് ഞാൻ വരുന്നുള്ളൂ. അപ്പോ ആ കോൺഫിഡന്റ് കാര്യങ്ങൾ നിങ്ങളിലേക്ക് അറിയിക്കുക. പിന്നീടുള്ള ഒരു വിഷയം, ഇനി അടുത്ത സൂമുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവര് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലീഗൽ ടീം തന്നെ നമുക്ക് നേരിട്ട് സൂമുകൾ നടത്തും. കാരണം പല രീതിയിലും നമ്മൾ പല സ്ഥലങ്ങളിലും വക്കീലന്മാര് സോഷ്യൽ മീഡിയയിൽ ഒക്കെ അല്ലെങ്കിൽ ചാനലുകാരോടൊക്കെ ഈ കേസിന്റെ അവസ്ഥ ഇതാണ്, ഇതിന്റെ പോക്ക് ഇങ്ങനെയാണ്, ഇതൊക്കെ പറയണത് നമ്മൾ കേട്ടിട്ടുണ്ട്.
ഇത് നമ്മളിലേക്കൊക്കെ ഒരു വിവരം എവിടുന്നേലും കിട്ടും, അത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കും, ഇങ്ങനെ പോവുകയാണ്. അപ്പോ വക്കീലന്മാർ തന്നെ നമുക്ക് സൂമിലേക്കും മറ്റും വന്നിട്ട് ആ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അതിന്റെ വിഷയങ്ങളും നമുക്ക് ഇനി മുതൽ അവരും കൂടി നമ്മളെ കൂടെ ലൈവിൽ ഉണ്ടാവും എന്നുള്ള ഒരു വിവരം കൂടി നമുക്ക് തന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളും കൂടിയാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ നമ്മൾക്ക് ആദ്യം ഇതിൽ ഈ കേസിന്റെ കാര്യത്തിൽ ഒരുപാട് ആൾക്ക് കൺഫ്യൂഷൻ ഉള്ളത്, ആ ഭാഗത്തിലേക്ക് ഞാൻ ചെറിയ രീതിയിൽ ഡേറ്റോ കാര്യങ്ങളോ ഒന്നും പറയാനില്ല, കാരണം മെമ്മറിയിലുള്ള ഡേറ്റുകൾ അല്ലാത്തതുകൊണ്ട് ചെറിയ രീതിയിൽ ഞാൻ നിങ്ങളോട് പറയാം. അതായത് കമ്പനി ആദ്യം നമ്മളെ അക്കൗണ്ട് വെറുതെ ഫ്രീസ് ചെയ്യുകയല്ല ചെയ്തത്, GST ബന്ധപ്പെട്ടാണ് നമ്മളെ കമ്പനിയിലേക്ക് ഒരു അന്വേഷണം വരുന്നത്. നമ്മളെ കമ്പനി കൃത്യമായിട്ടും GST അടച്ചു പോന്നതാണ്. ഇതൊക്കെ അവിടെ കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്, കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ GST അടച്ചു പോരുന്ന കമ്പനിയിൽ പെട്ടെന്ന് GST കയറുന്നു. അപ്പൊ അതില് ഒരു 100 ചില്ലാൻ കോടി രൂപയുടെ GST തട്ടിപ്പ്, GST അടക്കുന്നതിൽ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ച സംശയത്തിന്റെ പേരിലാണ്. ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ അടക്കേണ്ടതില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയല്ലേ എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ അത് GST ഡിപ്പാർട്ട്മെന്റിന്റെ ഇടയിലും കമ്പനിന്റെ ഇടയിലും ഉണ്ടായി. അല്ലാതെ GST അടക്കാത്തവരല്ല. അപ്പൊ അവർ പറഞ്ഞ രൂപത്തിലാണെങ്കിൽ 100 ചില്ലാൻ കോടിന്റെ ഒരു വിഷയം അവിടെ വരുന്നുണ്ട്. കമ്പനി പറഞ്ഞ രീതിയിലാണെങ്കിൽ അത് അടക്കേണ്ടതില്ല. അപ്പൊ ഈ ഒരു വിഷയം വന്ന സമയത്ത് ഇനി അങ്ങനെ ഞങ്ങൾ അടക്കേണ്ടത് തന്നെയാണെങ്കിൽ ആ 100 ചില്ലാൻ കോടിക്ക് 51 കോടി രൂപ കമ്പനി അപ്പൊ തന്നെ അടച്ചു കൊടുത്തു. ബാക്കിക്ക് ഒരു ഡേറ്റ് ചോദിച്ചു, ആ ഡേറ്റിന് ഒപ്പിടാൻ വിളിച്ച സമയത്ത് അറസ്റ്റ് ചെയ്തു. അപ്പോ പിന്നീട് 4 ദിവസം കഴിഞ്ഞിട്ട് അതിന് നമുക്കൊരു ജാമ്യം അനുവദിച്ച് കിട്ടിയപ്പോ അതിൽ ജഡ്ജ്മെന്റിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട് 51 കോടി അടക്കുകയും ബാക്കിക്ക് സമയം അനുവദിക്കണം എന്ന് പറയുകയും ചെയ്യുക ഒരാളെ അറസ്റ്റ് ചെയ്ത രീതി ശരിയല്ല എന്ന് പറഞ്ഞ് നമുക്ക് ജാമ്യം കിട്ടി. ജാമ്യം കിട്ടി വീട്ടിലെത്തുന്നതിന് മുമ്പായിട്ട് ബഡ്സ് അതോറിറ്റി നമ്മളുടെ എല്ലാ അക്കൗണ്ടുകളും ഫ്രീസ് ചെയ്തു. ആ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തു. അതിന്റെ കാരണത്താല് നമ്മൾ അതിന്റെ പിന്നാലെ പിന്നെയും കേസും കാര്യങ്ങളായിട്ട് നീങ്ങേണ്ടി വന്നു. അപ്പോ അവിടെയുള്ള ഒരു ആരോപണം, എനിക്കിപ്പോ ആരെ പറ്റി ഒരു ആരോപണം ഉന്നയിക്കുക. അപ്പോ നമ്മളെ കമ്പനിക്ക് ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഫ്രീസ് ചെയ്യണത്. ആരോപണം 30 ദിവസത്തിന്റെ ഉള്ളിൽ അത് കോടതിയിൽ തെളിയിക്കണം. അത് 30 ദിവസം കൊണ്ടും തെളിയിച്ചില്ല, 60 ദിവസം കൊണ്ടും അല്ലാതെ 75 ദിവസമായിട്ട് കഴിഞ്ഞിട്ടാണ് അതിന്റെ കാര്യങ്ങൾ കോടതിയിലേക്ക് എത്തിയത്. അതിനുശേഷമാണ് നമ്മളെ പെർമനന്റ് ഫ്രീസിങ്ങിലേക്ക് പോകലും നമ്മൾ അവിടെ പരാജയപ്പെടലും സംഭവിച്ചത്. പക്ഷെ അവിടെ നമ്മൾ ജോലി എന്താണ്, നമ്മളെ ബിസിനസ് എന്ത് ചെയ്യുന്നത്, ഇത് പറയല് ഒരു ഭാഗം. പക്ഷെ ഇത് പറയലല്ല അവിടെ വിഷയം കെടുക്കണേ. ഈ ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു പെർമനന്റ് അറ്റാച്ച്മെന്റ് അന്ന് നടന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ പോയപ്പോ ഈ ടെക്നിക്കൽ എറർ കാരണം ആ വിധിയെ സ്റ്റേ ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ നമുക്ക് ഒരു അനുകൂല വിധി ലഭിക്കുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന കരുതണം. അപ്പൊ അനുകൂല വിധി ലഭിച്ചപ്പോ താഴെ കോടതിയിൽ നിന്ന് നമുക്ക് പെർമനന്റ് അറ്റാച്ച് ചെയ്തു. അതിനെ നമ്മൾ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി ലഭിച്ചപ്പോ ഇനി ഞങ്ങളെ സ്ഥാപനങ്ങളൊക്കെ തുറന്നു തരണം, ഹൈക്കോടതി ആ വിധി റദ്ദ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ താഴെ കോടതിയിൽ കൊടുത്തു. താഴെ കോടതിയിൽ ആ കേസിന് വിധി പറയണമെങ്കിൽ ഒരു സിറ്റിംഗ് ആണല്ലോ. അതിന് മുമ്പ് അന്ന് രാത്രി തന്നെ ഈ ഫ്രീസിങ് വീണ്ടും ഒരു പുതിയ ഫ്രീസിങ് ഇവർ ചെയ്തു, ഗവൺമെന്റ് ചെയ്തു. അപ്പൊ ഗവൺമെന്റ് ഒരു പുതിയ ഫ്രീസിങ് ചെയ്യുമ്പോൾ നമ്മൾ തുറന്നു തരാൻ വേണ്ടിയിട്ട് താഴെ നമ്മളൊരു അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിലും അതെങ്ങനെ തുറന്നു തരിക, കാരണം അവിടെ പുതിയ ഒരു ഫ്രീസിങ് വന്നല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആ ഫ്രീസിങ്ങിന്റെ വിഷയം താഴെ കോടതിയിലല്ല ഹൈക്കോടതിയിൽ വന്ന ജഡ്ജിമെന്റിന്റെ ശേഷം വന്ന ഫ്രീസിങ്ങിനെ കുറിച്ച് ഹൈക്കോടതിയിൽ തന്നെ നമ്മൾ വീണ്ടും കേസ് ഫയൽ ചെയ്തു. അങ്ങനെ ഹൈക്കോടതിയിൽ ആ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ താഴെ കോടതിയിൽ നമ്മൾ തുറക്കാൻ വേണ്ടി കൊടുത്ത കേസ് നീട്ടിവെച്ച് പോന്നു. കാരണം രണ്ടാമത് ഫ്രീസ് ചെയ്തത് ക്ലിയർ ആക്കുവോളം താഴത്തെ നമ്മൾ കൊടുത്ത കേസിന്റെ വാല്യൂ ഇല്ല. അപ്പൊ അത് നീട്ടി പോരുകയാണ് ചെയ്തത്. കാരണം ഇതിന്റെ വിധിക്ക് അനുസരിച്ച് അത് മാറ്റാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ താഴെ ഭാഗം അങ്ങനെ നീട്ടിപ്പോരുന്നതിന്റെ അടിയിലാണ് ഹൈക്കോടതിയിൽ നിന്ന് ഇത് റീ ഇഷ്യൂ ആണോ ഫ്രഷ് പ്രൊസീഡിംഗ് ആണോ എന്നൊരു കൺഫ്യൂഷൻ വരലും അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി താഴെ കോടതിയിലേക്ക് ശുപാർശ ചെയ്ത് താഴെ കോടതിയിലേക്ക് ഹൈക്കോടതി തന്നെ ഈ കേസ് മാറ്റുക ചെയ്തത്. പക്ഷെ അവിടെ നമ്മൾ വാദിച്ചു പോയിരുന്ന പഴയ കേസിന്റെ നമ്പറിൽ തന്നെയാണ് ആ കാര്യങ്ങൾ തോന്നിയത്. അപ്പൊ ലാസ്റ്റ് സമയത്ത് നമുക്ക് ആദ്യത്തെ രീതിയിൽ ഹൈക്കോടതി റദ്ദ് ചെയ്ത ആ വിധിക്ക് അനുസരിച്ച് നമ്മളെ സ്ഥാപനങ്ങൾ തുറന്നു തരാൻ വേണ്ടി നമ്മൾ കൊടുത്ത കേസ് ഇപ്പൊ അനുകൂല വിധി വന്നു. അതോടുകൂടി നമ്മളെ കമ്പനി ഓപ്പൺ ചെയ്തു. ആ ചെയ്ത അതേ ദിവസം തന്നെ അവര് രണ്ടാമത് ചെയ്ത ഫ്രീസിങ് ഇവിടെ നിലനിർത്തുകയും ചെയ്തു. അപ്പൊ നമുക്ക് തുറക്കാൻ അനുവാദം തന്ന അതേ ദിവസം തന്നെ
അടക്കാനുള്ള ഓർഡറും വന്നു എന്നുള്ളതാണ് ഇപ്പൊ പുതിയതായിട്ട് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ആ ഒരു രീതിയിൽ അതിന്റെ ബാക്കി കാര്യങ്ങൾ ഹൈക്കോടതി വഴി അതിന്റെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ നല്ല ഒരു ചാനൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. കുറഞ്ഞ ദിവസം കൂടി നമുക്ക് വെയിറ്റ് ചെയ്താൽ നമ്മളെ കമ്പനി തിരിച്ചു തരാം എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം, ഒരുപാട് ആളുകള് കേസ് കൊടുത്തിട്ടെങ്കിൽ ഞങ്ങൾ കാശ് കിട്ടണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുകളുണ്ട്. ഞങ്ങൾ ആരോടും നിങ്ങൾ കേസ് കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ എന്ന് പറഞ്ഞ സാധനം എന്താ? ഈ പറഞ്ഞ ഒരു വ്യക്തി പോലും ഞാൻ പറഞ്ഞിട്ട് പൈസ തീരിട്ട ആളും ഈ 1000 ആളിലും ഉണ്ടാവില്ല, ആ യൂട്യൂബിൽ കയറിയതും ഉണ്ടാവില്ല ഈ കമ്പനിയിൽ. ഞാൻ പറഞ്ഞിട്ട് ഇതിൽ പൈസ കൊടുത്തിട്ടെ. പിന്നെ നമ്മൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? ഈ കൺസെപ്റ്റ് ഇഷ്ടപ്പെട്ടു വന്നൊരു വ്യക്തിയാണ് ഞാൻ. ഞാൻ കുറച്ച് പ്രൊഡക്റ്റുകൾ, എന്റെ ഉൽപ്പന്നങ്ങളും ഫാക്ടറിയും ഒക്കെ ഉണ്ട്. അതൊക്കെ ഈ സിസ്റ്റത്തിലൂടെ വിറ്റയച്ചുന്ന ഒരാളാണ്. എനിക്ക് ഈ സിസ്റ്റം വന്നാൽ എന്റെ കച്ചവടം നടക്കുക. അപ്പൊ അത് വരണം. അതിന്റെ പുറമെ നമ്മളൊക്കെ വീഡിയോയിലും മറ്റൊക്കെ ഈ കമ്പനിന്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കൺസെപ്റ്റ് പറ്റി. ആ കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞതിന്റെ ഇഷ്ടം കേട്ടിട്ടും മറ്റൊക്കെ ഇതിൽ അസോസിയേറ്റ് ചെയ്തിട്ടൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ ഉണ്ടാവും. അവരുടെ ഇടയിലൊക്കെ ഇത് ഇട്ടെറിഞ്ഞു പോവാൻ നമുക്ക് ഒരുക്കല്ല. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ അതിന്റെ കൃത്യമായ വിവരങ്ങൾ എത്തിച്ചു തരാൻ വേണ്ടി വീണ്ടും ഇവിടെ അങ്ങനെ ഇത് തുറക്കോളം നിൽക്കുകയാണ്. അല്ലാതെ നിങ്ങളൊക്കെ പൈസ നമ്മൾ മേടിച്ചു തരാനോ അല്ലെങ്കിൽ നിങ്ങളെ പൈസ പോകില്ല, ഞങ്ങൾ കേസ് കൊടുക്കണ്ടെന്ന് നമ്മൾ ആരും നിർബന്ധിക്കല്ല. പക്ഷെ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ നമ്മൾ കൊണ്ടുവരികയാണ്. എന്ത്? കേസ് കൊടുത്താലേ പൈസ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ ആർക്കെങ്കിലും കേസ് കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ കേസിന്റെ വഴിയിൽ പോകാം. നമ്മൾ ആരും തടഞ്ഞു വെക്കണില്ല. പക്ഷെ കമ്പനി തിരിച്ചു വരാൻ പറ്റുകയാണെങ്കിൽ നമ്മളോട് പറഞ്ഞ രീതിയിൽ തന്നെ കമ്പനിക്ക് ആ എമൗണ്ടുകൾ, കാരണം ഒറ്റയടിക്ക് പൈസ തരാനല്ല നമ്മൾ ആരും കൺസൈൻമെന്റ് അഡ്വാൻസ് എടുത്തത്. അത് ആഴ്ചയിലായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ 3 ഇരട്ടി വരെ കിട്ടുന്ന രീതിയിലാണ് നമ്മൾക്ക് ആ ഇടപാട്. അപ്പൊ ബിസിനസ് ആയിട്ട് പോക്ക് തുടങ്ങുമ്പോൾ കമ്പനിക്ക് നമുക്ക് തന്നു തീർക്കാൻ പറ്റും. അതുകൊണ്ട് ആർക്കെങ്കിലും അങ്ങനെ കേസ് കൊടുത്താലേ കാശ് കിട്ടുള്ളൂ എന്നുള്ള ഒരു മനോഭാവമുള്ളവരുണ്ടെങ്കിൽ 2 ഓപ്ഷൻ നമ്മൾ പറഞ്ഞുതരാം. കമ്പനി ഹൈക്കോടതിയിൽ നടത്തുന്ന കേസുമായി നിങ്ങൾക്ക് കക്ഷി ചേർന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കേസ് കൊടുക്കാം. അങ്ങനെ വരുമ്പോ എന്തായി? കേസ് കൊടുത്തിട്ടേ കിട്ടുള്ളൂ എന്ന് പൂതിയുള്ളവർക്ക് അവരും അവിടെ രേഖ വന്നു, എനിക്കും പൈസ കിട്ടാണ്ടെന്ന് വന്നു. അത് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഇതുവരെ കമ്പനിയും ഗവൺമെന്റും തമ്മിലാണ് ഈ കേസ് നടന്നു പോയിരുന്നത്. ഒരു നല്ല രീതിയിൽ 1 വർഷത്തോളായി കമ്പനിയും ഗവൺമെന്റും ഒരു ഫുട്ബോൾ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുക. അത് കേസ് നിയമപരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മളിങ്ങനെ കണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ഇതിൽ വേറെ റോളൊന്നുമില്ല. നമ്മളൊക്കെ കോടതി പോണ്, എന്താ നടക്കണ് നോക്കണ്, അത് നമ്മളെല്ലാരോടും പറയണേ, അത് നീട്ടിവെച്ചു എന്ന് പറയണേ. ഇത്രയേ ഉള്ളൂ നമുക്കും അറിയാം. അപ്പോ ഇവിടെ നമ്മളെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നിലകൊള്ളാൻ പോവുക. അതും കൂടിയാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. അപ്പോ ഇങ്ങനെ വരുമ്പോ ഇവര് 2 കൂട്ടരും കൂടി ഈ കളിക്കണ ഒരു ഫുട്ബോൾ കളി ഞാൻ ഒരു ഉദാഹരണമായിട്ട് വെക്കുകയാണ്. കേസ് നടക്കുന്നതിന്റെ കൂട്ടിക്കോളി. 2 ടീമും കളിക്കണ ബോൾ നമ്മളതാണ്. നമ്മളെ ബോൾ വെച്ചാണല്ലോ ഈ കളി നടക്കുന്നത്. പക്ഷേ ഇത് നമ്മളെ ബോളാന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആ കളി തീർന്നിട്ട് ജയിച്ച ആൾക്കാർ കിറ്റിലിട്ട് ബോളായിട്ട് പോണീന്റെ മുന്നേ കമ്മിറ്റിക്കാരോടും പറയണ്ടേ ഇത് ഞങ്ങളതാണ് ഈ പന്ത്, കളിയൊക്കെ രസമുണ്ട്, ഞങ്ങൾ കണ്ടോളാം എന്നുള്ള? അല്ലെങ്കിൽ റഫറിനെയും ഇത് അറിയിക്കണ്ടേ? ആ ഒരു പണി നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. എന്താന്ന് വെച്ചാല് നമ്മളെ ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ ഒരു സൊസൈറ്റി രൂപീകരിച്ച് ഇത് കമ്പനിയെ തുറക്കുക, കമ്പനി ഓപ്പൺ ചെയ്ത് ഞങ്ങളെ ബിസിനസ്, ഞങ്ങളെ കമ്പനി വഞ്ചിച്ചിട്ടില്ല, ആ രീതിയിൽ തന്നെ ഞങ്ങളെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം. ഇനി അതല്ല, ഇതിന്റെ ലാസ്റ്റ് ഇതിന്റെ ഒരു പരാജയമാണ് പറയുന്നത് വെക്കുക. ഏറ്റവും ലാസ്റ്റ് അങ്ങനെ ഒരു പരാജയത്തേക്ക് തന്നെ പോകണമെങ്കിലും നമ്മൾ ആ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഇത് ഞങ്ങളെ പൈസയാണ് എന്ന് പറഞ്ഞ് നമ്മളും കൂടി ഇവിടെ ഒരു കേസിൽ അതിന് മുന്നോട്ട് പോകുമ്പോ ഒരു അടുപ്പിന് 3 കല്ലുള്ള പോലെ ആ 3 ലെവലിലൂടെ ആ കേസ് പോണം. അപ്പൊ നമ്മൾക്കും എന്തായി? നമ്മളെ കമ്മ്യൂണിറ്റിന്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു സൊസൈറ്റി രൂപീകരിക്കുക. ആ സൊസൈറ്റിയിലൂടെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കമ്പനി 100% അതിന്റെ ലീഗൽ ലെവലിലൂടെ കമ്പനി നീങ്ങുന്നുണ്ട്. നമുക്ക് വേണ്ട ഹെൽപ്പുകളൊക്കെ നമ്മൾ അവിടെ ചെയ്തു കൊടുക്കും. നമ്മൾ ഈ രീതിയിലും വേണമെങ്കിൽ നമ്മൾ ചെയ്യാൻ ആലോചിക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്താൽ നമ്മൾ കണ്ടൊരു ഗുണം, ഇങ്ങനെ ഒരു രജിസ്ട്രേഷൻ ചെയ്ത നമുക്കൊരു ഇതുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ
ഇന്ന് ലോണൊക്കെ എടുത്ത് EMI അടക്കാൻ പറ്റാതെ ജപ്തിന്റെ വക്കത്ത് വരെ എത്തി നിൽക്കുന്ന ആളുകൾക്കൊക്കെ വേണ്ടി നമുക്ക് ആ ഒരു സംഘടനന്റെ ബലം ഉപയോഗിച്ച് വേണമെങ്കിൽ ഗവൺമെന്റ് ഇന്ന് ഒരു ദിവസം നീട്ടിക്കിട്ടുമോ, ഒരു 6 മാസം നീട്ടിക്കിട്ടുമോ എന്നുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് അന്വേഷിച്ചാൽ, ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ കമ്പനി മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോ അവിടെ കമ്പനി ഇല്ല, ഓഫീസ് ഇല്ല, കമ്പ്യൂട്ടർ ഇല്ല, ഒന്നുമില്ല. അപ്പോ ഓപ്പൺ ചെയ്യാൻ ഒരു വിധി വന്നാൽ പോലും അതിനെ മാനേജ് ചെയ്യാൻ കമ്പനിക്ക് വേണ്ടി നമ്മൾ ഒരു കൂട്ടായ്മ രൂപീകരിക്കേണ്ടതുണ്ട്. കാരണം അതിനൊരു ഉത്തരവാദിത്തം വേണ്ടേ. അപ്പൊ ഇത്തരം രീതിയിൽ നമുക്ക് അപ്പൊ അങ്ങനെ ചെയ്താൽ അതിൽ എത്ര ആള് മെമ്പർമാരുണ്ടോ, 10,000 മെമ്പർമാരുണ്ടെങ്കിൽ ഈ 10,000 മെമ്പർമാർക്കും കൂടി നമ്മൾ ഓരോരുത്തർ ഫയൽ ചെയ്താൽ മതി. മുഖ്യമന്ത്രിക്ക് നമ്മൾ നമ്മളതായ മനസ്സിലുള്ള പ്രശ്നങ്ങൾ അറിയിക്കണമെങ്കിൽ അത് നമ്മൾ ആ കമ്മിറ്റി ഒന്ന് ചെയ്താൽ മതി. കാരണം അവിടെ കമ്മ്യൂണിറ്റിന്റെ വ്യാപ്തി ഗവൺമെന്റിന് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ ആ രണ്ട് രീതിയിലും കൂടി കമ്പനി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കമ്പനി ശ്രമിക്കുമ്പോൾ ഈ കമ്പനി തിരിച്ചു തരണം എന്ന് പറഞ്ഞ് നമ്മളും കൂടി ശ്രമിക്കുക. അങ്ങനെയുള്ള ഒരു രീതിയിലേക്കും കൂടി നമുക്ക് നീങ്ങാം എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അതിനാവുമ്പോ ആർക്കും ഒരു ചെലവോ കാര്യമൊന്നുമില്ല, നമ്മൾ മെമ്പർ ആവണം. ഇത് നമ്മൾ തീരുമാനിച്ചപ്പോത്തിന് നെഗറ്റീവ് ഗ്രൂപ്പുകളിൽ പല ചർച്ച, അബ്ദുൽ ബാരി പുതിയ തട്ടിപ്പേറ്റ് ഇറങ്ങിയിട്ടുണ്ട് ആൾക്കാരെ കായ് വിൽക്കാൻ. ഇവിടെ പൈസ വിൽക്കാൻ വേണ്ടിയല്ല, പിന്നെ ഇതൊരു ബിസിനസ്സും അല്ല. കാരണം നമ്മളെ കൂട്ടായ്മക്ക് വേണ്ടി ഒരു രജിസ്ട്രേഷൻ നടത്തുക, നമുക്കൊരു പത്രസമ്മേളനം വിളിക്കണമെങ്കിൽ, നമുക്കൊരു പ്രകടനം നടത്തണമെങ്കിൽ, 4 ആൾ കൂടുന്നിടത്ത് നമ്മൾക്ക് നമ്മളെ കമ്പനിയെ കുറിച്ച് പറയണമെങ്കിൽ നമുക്ക് അതിനൊരു ആധികാരികത വേണ്ടേ. അല്ലാതെ ഇതിന് പൈസ പിരിക്കാനോ അല്ലെ ഇതിൽ കൂടി ബിസിനസ് ചെയ്യാനോ വേണ്ടിയല്ല. അത് ഓരോരുത്തർ പല രീതിയിൽ, കാരണം അവരെ ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്ന പണി എന്താണ്, നിങ്ങൾക്ക് പൈസ വാങ്ങിത്തരാൻ, നിങ്ങൾക്ക് കേസ് കൊടുക്കാനാണ്. അങ്ങനെ പറയാൻ വേണ്ടി കുറച്ച് ആൾക്കാർ ഓരോരുത്തർ ഇരിക്കുക. പക്ഷെ നമ്മൾ തന്നെ തീരുമാനിക്കുകയാണ് ഞങ്ങൾക്ക് പൈസ വാങ്ങാൻ, ഞങ്ങൾ തന്നെ ഇവിടെ അതിന് റെഡി ആവുന്നുണ്ട്. അപ്പൊ പിന്നെ ഓല റോളില്ലല്ലോ. അതുകൊണ്ട് കൂടിയാണ് ഓല അതിനെ നിരുത്സാഹപ്പെടുത്തുന്നത്. അപ്പൊ ആ രണ്ട് രീതിയിൽ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ കാര്യങ്ങളും ഈ ലീഗൽ ടീം വളരെ വ്യക്തമായിട്ട് നമുക്ക് ചെയ്തു തരും. അതുകൊണ്ട് തന്നെ ആരും ടെൻഷൻ ആവണ്ട. ഒറ്റിട്ട് ആർക്കൊക്കെ കേസ് കൊടുക്കണോ അവരൊക്കെ കേസ് കൊടുത്തോളി. ഇപ്പൊ നമ്മളെ ഇപ്പോഴും നമുക്ക് ഓപ്പൺ ചെയ്തു തരാൻ വേണ്ടി നമ്മൾ ഏറ്റെടുത്ത ടീം എന്താ പറഞ്ഞിട്ടുള്ളത് അറിയോ? 42 FIR ഇങ്ങനെ കോമ്പിറ്റന്റ് അതോറിറ്റി ഫ്രീസ് ചെയ്ത് വെക്കുമ്പോൾ അവർക്കൊരു മറ്റൊരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഈ പരാതി വന്ന ആൾക്കാരുടെയാണല്ലോ ഇപ്പൊ പ്രശ്നം. അത്രയും എമൗണ്ടിനെ ആ ഒരു അക്കൗണ്ടിലേക്ക് മാറ്റി അത് കേസായിട്ട് തന്നെ പോട്ടെ, ബാക്കിയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ബാക്കി ഫണ്ട് റിലീസ് ചെയ്യുന്ന രീതിയിലേക്ക് പോകാം എന്നൊക്കെ ഉള്ള ഒരു ഉറപ്പാണ് ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഏത് രീതിയിലാണെങ്കിലും നമുക്ക് ഈ കമ്പനി തിരിച്ചു കൊടുത്തേ പറ്റൂ. നമുക്ക് എല്ലാവർക്കും അതിൽ മുടക്കിയിട്ടുള്ള പൈസ തിരിച്ചു കിട്ടിയേ പറ്റൂ. അത് കമ്പനി തന്നാലും വേണ്ടിയില്ല, ഗവൺമെന്റ് തന്നാലും വേണ്ടിയില്ല. അവിടെ അങ്ങനെ ഇട്ടിട്ട് തട്ടിക്കളിക്കാൻ നമുക്കിപ്പോ ആരെടുത്തു കഴിഞ്ഞ പൈസ ഇല്ല. ഈ ഒരു കാര്യം കൂടിയാണ്. അപ്പൊ അത് നമ്മൾ നല്ല രീതിയിൽ തന്നെ സഹകരിച്ച് കമ്പനിയോട് കൂടെ നിന്നിട്ടാണ് നമ്മളിത് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കമ്പനിക്കെതിരെ പടപട അറിഞ്ഞാൽ നമ്മൾ ചെന്ന് കുറെ പ്രശ്നങ്ങളായ ഇത് വീണ്ടും വീണ്ടും പോവുകയും ചെയ്യുള്ളൂ. സംയമനം പാലിച്ച് തന്നെ നമുക്ക് ഈ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുവരണം. ഈ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, ഒരുപാട് ആളുകൾ സംസാരിക്കാണ്ട്. എല്ലാവരും കേട്ടിരുന്നതിനും എല്ലാവർക്കും പിന്നെ നന്ദി. സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു ബാലി സർ. ബാലി സർ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. നമുക്ക് കുറച്ച് ലീഡേഴ്സിനോട് വിളിക്കാം. മുസ്തഫ സർ അവൈലബിൾ ആണോ? മുസ്തഫ സർ. വിജയലക്ഷ്മി മാഡം. വിജയലക്ഷ്മി മാഡം അവൈലബിൾ ആണോ? ഓക്കെ, എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടാവും. ഇപ്പൊ ബാലി സാറ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. വളരെ എന്താണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും നമ്മുടെ ലീഗൽ ടീമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ബാലി സാർ അവതരിപ്പിച്ചു. ബാലി സാർ, എന്റെ സൗണ്ട് കേൾക്കുന്നില്ലേ? പറഞ്ഞു. ഓക്കെ. ഇപ്പൊ പല ആളുകളും നിരന്തരമായിട്ട് ഈ ഒരു വിധി വന്നതിന് ശേഷം ഒരു വല്ലാത്തൊരു മാനസികമായിട്ടുള്ളൊരു പിരിമുറുക്കത്തിലോട്ട് പോയിട്ടുണ്ട്. അയറിച്ച് ഇനി തിരിച്ചു വരൂല എന്നുള്ള ഒരു കൺഫർമേഷൻ ഒക്കെ ചില ആളുകൾ മെന്റലി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബഡ്സ് നിയമത്തിൽ ഐ തിങ്ക് 15ാമത്തെ ആർട്ടിക്കിളിലിട്ട് പ്രത്യേകം എഴുതപ്പെട്ടിട്ടുണ്ട് അപ്പീൽ ടു ഹൈക്കോർട്ട് ബോത്ത് പാർട്ടീസ് എന്നുള്ളത്. അങ്ങനെ ഒരു വിധി സെഷൻ കോർട്ടിൽ നിന്ന് ഒരു വിധി വന്നത് നമുക്കത് സാറ്റിസ്ഫൈഡ് ആയില്ല എങ്കിൽ നിങ്ങൾക്ക് അപ്പീൽ ടു ഹൈക്കോർട്ട് പോകാം എന്നുള്ളത് ആ ഒരു നിയമ സംവിധാനത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്.
അത് നമുക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന രണ്ട് കൂട്ടർക്കും വേണ്ടിയിട്ട് എഴുതപ്പെട്ടതാണ്. അങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം സ്വാഭാവികമായിട്ടും അത്തരമൊരു വിധി ഏതെങ്കിലും ഒരു പാർട്ടീസിന് ഇഷ്ടപ്പെടാതിരിക്കാം, അല്ലെങ്കിൽ അവർക്കത് ഒരു ഇഷ്ടപ്പെടാത്തതിന്റെ പേരിൽ മിനിറ്റ്, അവർ അയ്യൂബ് സാറാ മുസ്തഫ സാറ് അൺറൈസ് ലിങ്ക് പറഞ്ഞു കേട്ടോ, ഒന്ന് ഹോസ്റ്റ് ചെയ്തു. അപ്പൊ നിങ്ങൾ സംസാരിച്ചോളി എന്നിട്ട്. ഓക്കെ ഓക്കെ, അത് നിങ്ങളൊന്ന് കോസ്റ്റ് ആക്കിയാൽ മതി. അപ്പോൾ ഈ ബോത്ത് പാർട്ടീസിന് നമുക്ക് പോകാനുള്ള ഒരു അവസരമുണ്ട്. നമ്മൾ നോക്കി കാണേണ്ട കാര്യം, നമ്മളൊരു കമ്പനി, സാധാരണ ഒരുപാട് കമ്പനീസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്, പത്രങ്ങളിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, നമുക്കെതിരെ നെഗറ്റീവ് പറയുന്ന പല ആളുകളുടെയും പോസ്റ്റുകൾ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് ബഡ്സ് നിയമത്തിൽ ഫ്രീസ് ചെയ്യപ്പെട്ട ഒരു കമ്പനിയാണെന്ന്. ഒരുപാട് കമ്പനികൾ ബഡ്സിന്റെ കേസിൽ പെട്ട കമ്പനികളുണ്ട്. എന്തുകൊണ്ട് അവരൊന്നും ആരും ഫ്രീസ് ചെയ്യാനുള്ള ഒരു സംവിധാനം വന്നില്ല? ഈ കമ്പനി ഫിസിക്കലി നമ്മളെ മുന്നിൽ ഇവിടെ അവൈലബിൾ ആണ്, നിയമ പോരാട്ടം നടത്തുന്നുണ്ട് എന്നതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇനി ഹൈക്കോടതിയിലോട്ട് പോകാൻ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ എന്താണ് നമുക്ക് സംഭവിച്ച മിസ്റ്റേക്ക് എന്ന് കണ്ടെത്തിക്കൊണ്ട് നല്ല രൂപത്തിൽ ഈ പറയപ്പെടുന്ന വക്കീൽ മനോജ് സർ സുപ്രീം കോടതി വക്കീലാണ്, അദ്ദേഹത്തിന്റെ ഒരു വ്യക്തമായിട്ടുള്ള ടീമുണ്ട്. ഒരൊറ്റ ലൈൻ, സിംഗിൾ ലൈൻ ഒരു ചാർട്ടാണ് ഇനി പോകുന്നത്. സെഷൻ കോടതിയിൽ വാസവൻ സർ ഉണ്ടാവും, ഹൈക്കോടതിയിൽ അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, അദ്ദേഹം അഡ്വക്കേറ്റ് ഉണ്ടാവും, സുപ്രീം കോടതിയിൽ മനോജ് സർ ഉണ്ടാവും. ഈ പറയുന്ന ഒരൊറ്റ ലൈൻ ചാനൽ, ഇവരുടെ ന്യൂട്ടൺ ലോ എന്ന് പറയുന്ന ആ കൊച്ചിയിലുള്ള ആ ഒരു ഫേം, ഈ ഫേമാണ് നമുക്ക് ഇപ്പോ നമ്മുടെ കേസിന് ആഡ് ആയിട്ടുള്ളത്. ശ്രീകുമാർ സർ നമ്മളെ കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇപ്പോ ഇനി മുന്നോട്ട് പോകുന്ന ഫൈറ്റിൽ വളരെ അധികം പവർഫുൾ ആയിട്ട് ഈ ടീമാണ് ശരിക്കും ബഡ്സ് നിയമം കേരളത്തിൽ കൊണ്ടുവന്ന ടീം എന്ന് പറയുന്നത്. ബഡ്സ് നിയമം കേരളത്തിൽ കൊണ്ടുവന്ന ഒരു ലീഗൽ ടീമാണ് ഇനി നമ്മുടെ കേസ് വാദിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ അവരാണ് നമ്മളോട് പറയുന്നത് നമ്മളെ കമ്പനി ബഡ്സിൽ പെടത്തില്ല എന്ന്. പക്ഷെ അവർ എക്സ്ട്രാ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു, നിങ്ങൾ പോയ വഴികൾ ശരിയല്ലായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിസ്റ്റേക്ക് പറ്റി, ഒരു ബസ്സിനടിയിൽ പെട്ടിട്ടുള്ള ഒരു ആക്സിഡന്റ് പറ്റിയിട്ടുള്ള ഒരു അവസ്ഥയാണ്, കൈകാലുകൾ അപ്പുറത്തുണ്ട്, കുറച്ച് അങ്ങനെയുണ്ട്, അതൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് നല്ല രൂപത്തിൽ നമുക്ക് തിരിച്ചു വരാമെന്ന് വളരെ കോൺഫിഡന്റ് ആയിട്ട് അവര് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. കുറച്ച് സമയമെടുക്കും. ഈ സമയം എന്ന് പറയുന്നത് കോടതികളുടെ കാര്യങ്ങളിൽ സമയം എടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി വെക്കേഷൻ ഒക്കെ വരാൻ പോവുകയാണ്. സോ ആ സമയം എടുക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വേറൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ബാങ്കുകളിലൊക്കെ പോയിട്ട് നമ്മുടെ കാര്യത്തെ ഓപ്പൺ ആയിട്ട് പറയുക, ഇത്തരം ഒരു പ്രതിസന്ധി ഉണ്ട്. ഇപ്പൊ എനിക്കൊക്കെ ഇന്നൊരു കോൾ വന്നിരുന്നു, ലോൺ അടക്കുന്നത്. ഞാൻ പറഞ്ഞു എന്റെ പണം ഹൈറിച്ചിൽ സ്റ്റക്കാണ്, അത് തിരിച്ചു കിട്ടിയിട്ടേ നിങ്ങളുടെ ലോൺ ഞാൻ അടക്കൂ. വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഇനി നിങ്ങൾ എന്ത് ചെയ്താലും നോ വറീസ്, അത് ആ ഒരു ടെൻഷൻ അടിക്കുന്ന സമയമൊക്കെ കഴിഞ്ഞു, ഇനി അത് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലാണ് ഞങ്ങൾ. അപ്പൊ അത്തരം കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് ഈ പറയുന്ന ബാങ്കുകളിൽ പോയിട്ട് സംസാരിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് നിയമ നടപടി നേരിടേണ്ട ആളുകളാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിലോട്ടൊക്കെ കടന്നുകൊണ്ട് ബാലചെറുപ്പ് പറഞ്ഞുള്ള കമ്മ്യൂണിറ്റി, അതിനൊക്കെ അത് വളരെ ഉപകാരപ്പെടും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല. ഒരുപാട് ആളുകൾ ശ്രമിച്ചു. 16 ലക്ഷത്തോളം വരുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു വർഷത്തിന് മുകളിലായിട്ട് ഇതിനെ തകർക്കാൻ ശ്രമിച്ച ആളുകൾ ശ്രമിച്ചതിന്റെ ഫലമായിട്ട് അവരുടെ ബ്രെയിൻ വാഷിൽ പെട്ടുപോയിട്ടുകൊണ്ട്, സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കത്തിൽ അവര് പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് വെറും 42 FIRകൾ മാത്രമേ ഇവർക്ക് ഇടാൻ സാധിച്ചിട്ടുള്ളൂ, അതും ഫ്രീസ് ചെയ്തതിന് ശേഷം മാത്രം. അപ്പൊ ആ വക്കീല് ഒരു കമ്പാരിസൺ നടത്തി. 16 ലക്ഷം ഡിവൈഡ് 42 FIR എന്ന് പറയുമ്പോൾ പോയിന്റ് സംതിങ് മാത്രം FIRകൾ നമുക്കെതിരെ വന്നിട്ടുള്ളൂ. അതും പർപ്പസ്ഫുള്ളി അവർ ചെയ്യിപ്പിച്ചതാണ്, രാപ്പകലില്ലാതെ ഓടിക്കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. എനിക്കറിയാം പേഴ്സണലി അവരൊക്കെ ചെയ്യിപ്പിച്ച ആളുകളെ. നമ്മൾ നിരന്തരമായിട്ട് പറയാറുണ്ടായിരുന്നു FIR ഇടല്ല എന്നുള്ളത്. നമ്മുടെ കേസ് ഹൈറിച്ച് തിരിച്ചു വരുന്നതിന് അത് ബാധിക്കും, അത് കേസിന്റെ സമയത്ത് അത് ബാധിക്കുന്ന നല്ലപോലെ നമ്മളെല്ലാവരും പറയാറുണ്ടായിരുന്നു. പക്ഷെ പല ആളുകൾ കേട്ടില്ല. പെട്ടെന്ന് പണം കിട്ടുമെന്നൊരു ആവേശത്തിൽ അവർ എടുത്തു ചാടി. ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം ബാരി സാർ പറഞ്ഞു, ആ പറയപ്പെടുന്ന ആ എമൗണ്ടിനെ മറ്റൊരു കാര്യത്തിലോട്ട് മാറ്റിച്ചുകൊണ്ട് ആ കേസ് മുന്നോട്ട് പോവുക, ബാക്കിയുള്ള പണത്തെ അരിച്ച് തിരിച്ചു കൊടുക്കുക എന്നൊരു സംവിധാനം വരികയാണെങ്കിൽ FIR ഇട്ടുകളുടെ ആളുകളുടെ കേസുമായിട്ട് കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. കമ്പനി ഇവിടെ നല്ല രൂപത്തിൽ തിരിച്ചു വരുന്ന ഒരു സംവിധാനം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഓരോ വഴികളാണ്, നമുക്ക് നോക്കാൻ പറ്റുന്ന വഴികളാണ്. സോ പല ആളുകൾക്കും ഡൗട്ടുകളുണ്ട്, എന്തുകൊണ്ട് ഇത്രയൊക്കെ ലേറ്റ് ആയി,
കമ്പനി മനഃപൂർവ്വം ഇത് നീട്ടിക്കൊണ്ടുപോകുകയാണെന്നുള്ളതോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഈ പറയുന്ന രൂപത്തിൽ കാര്യങ്ങൾ പെട്ടെന്ന് കിട്ടുന്നില്ല എന്നുള്ളതൊക്കെ വളരെയധികം ഡൗട്ട്, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഈ നെഗറ്റീവ് വീഡിയോസ് ഒക്കെ കേട്ടുകൊണ്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ ഈ കമ്പനി എന്തെന്ന് അറിയാത്തത് കൊണ്ടാണ്. നമ്മൾ ജസ്റ്റ് ഈ പല ആളുകളും പണം നിക്ഷേപിച്ചെന്ന് പറയുന്നുണ്ട്, ഈ ഡെപ്പോസിറ്റ് നടത്തി. നമ്മൾ ആരും തന്നെ ഡെപ്പോസിറ്റ് നടത്തിയിട്ടില്ല ഈ കമ്പനിയിൽ. നമ്മളെല്ലാവരും കൺസൈൻമെന്റ് അഡ്വാൻസ് എടുത്ത ആളുകളാണ്. ആ കൺസൈൻമെന്റ് അഡ്വാൻസ് എടുത്ത ആളുകളായിട്ടുള്ള നമ്മൾ ഈ കമ്പനിയുടെ ഒരു ഭാഗമായിട്ടുള്ള പാർട്ട്നേഴ്സ് ആണ്. നമുക്ക് ആ സാധനം, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വിൽക്കാനും അതുപോലെ ആ ചാനൽ ത്രൂ വാങ്ങാനും പറ്റുന്ന ഒരു അവസരത്തെയാണ് കമ്പനി ഒരുക്കിയത്. ഇന്ന് ലോകത്ത് മൾട്ടി ലെവൽ ബിസിനസ് എല്ലാം നടത്തുന്ന ആ സംവിധാനത്തെ എടുത്തു നോക്കുകയാണെങ്കിൽ ഹൈറിച്ച് ഇന്ന് നിലവിലുണ്ടെങ്കിൽ ടോപ്പ് ലെവലിൽ ടേൺ ഓവർ വന്നിട്ടുള്ള ഒരു കമ്പനിയായിട്ട് ഹൈറിച്ച് മാറുമായിരുന്നു. അതിനെ ഭയക്കുന്ന പല ആളുകളുണ്ട്. എന്തായാലും നമ്മൾക്ക് വിജയിച്ചേ പറ്റൂ, നമ്മുടെ എല്ലാവരുടെയും പണം തിരിച്ചു വന്നേ പറ്റൂ. ഈ കമ്പനി ഈ രാജ്യത്ത്, ഈ കേരളത്തിൽ തന്നെ തിരിച്ചു വന്നേ പറ്റൂ. അതിന് നല്ലൊരു സപ്പോർട്ടിങ് ടീം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുവരെ നമുക്ക് ആർക്കും, ഈ പറയുന്ന ഒരുപാട് ആളുകൾക്ക് ലീഗൽ ടീമുമായിട്ട് ആക്സസ് ഇല്ലായിരുന്നു. ഇപ്പോ അവര് നമ്മളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ഞങ്ങളെ അടുത്ത് വരണം, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ സ്ട്രോങ്, ആരൊക്കെ ശ്രമിച്ചിട്ടും അത് നഷ്ടപ്പെടാത്തൊരു സ്ട്രോങ് ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞങ്ങൾ ഇത് നിങ്ങൾക്ക് തിരിച്ചു തന്നിരിക്കും, വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ FIR ഇട്ട ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് മനസ്സിൽ കരുണയുണ്ടെങ്കിൽ ഇത്രയും ആളുകളുടെ ബുദ്ധിമുട്ടിൽ നിങ്ങളൊരു കാരണക്കാരനായി എന്നതുകൊണ്ട് ആ FIR പിൻവലിക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിൻവലിക്കാം. അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സ്വയം മാനസികമായിട്ട് ചിന്തിച്ചു നോക്കാം, എന്താണ് ഞാൻ ചെയ്തത്, എനിക്ക് ക്യാഷ് കിട്ടിയോ, എന്നോട് പറഞ്ഞ ആളുകൾ പറഞ്ഞത് പ്രകാരം എനിക്ക് പണം കിട്ടിയോ. ചില ആളുകളൊക്കെ 2 മാസം കൊണ്ട് 3 മാസം കൊണ്ട് നിങ്ങൾക്ക് ക്യാഷ് കിട്ടും FIR ഇട്ട എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിപ്പോ 1 കൊല്ലമായി. അപ്പൊ അത്തരത്തിലുള്ള കാര്യത്തിലോട്ട് കടക്കാൻ, ഇപ്പൊ നമുക്കൊന്നും ഇത് അറിയാത്ത ആളുകളല്ല. നമുക്കൊക്കെ ലക്ഷങ്ങൾ തിരിച്ചു കിട്ടാറുണ്ട്. നമുക്ക് അങ്ങനെ ആ കാര്യം അത് ഉറപ്പുണ്ടെങ്കിൽ നമ്മളൊക്കെ ആദ്യം FIR ഇടും. FIR ഇട്ടിട്ട് നമ്മളെ പണം തിരിച്ചെടുക്കാനുള്ള അവസരം നോക്കും. പക്ഷെ ഈ കമ്പനി തിരിച്ചു വരാനുള്ള കമ്പനിയാണെന്നുള്ളതും FIR ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു സംവിധാനത്തിൽ നിന്ന് പണം തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് ലോങ് ടൈം പ്രോസസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ഹൈറിച്ച് തിരിച്ചു വരും, ഡെഫിനറ്റ്ലി തിരിച്ചു വരും, 100% തിരിച്ചു വരും. അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് നിലകൊള്ളാം. ഒരുപാട് ആളുകളുടെ സഹായം ഈ വക്കീലന്മാർ ചോദിച്ചിട്ടുണ്ട്. പഴയ പോലത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാനുണ്ട്. സോ വെരി പവർഫുൾ ആയിട്ട് നമുക്ക് ഈ കമ്മ്യൂണിറ്റിയുടെ സ്ട്രെങ്ത് കൊണ്ട് ഈ കമ്പനി തിരിച്ചു കൊണ്ടുവരണം. എല്ലാവരും കൂടെ ഉണ്ടാകുന്ന ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്. ഒരു തരത്തിലുള്ള ടെൻഷൻ ആരും അടിക്കേണ്ട. എല്ലാ രൂപത്തിലും നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് ഈ പറയുന്ന രൂപം ഒരു ക്ലാരിറ്റി കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. താങ്ക് യു സോ മച്ച്. ഇനി കുറച്ച് ആളുകളോട് സംസാരിക്കാനുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ നിരന്തരമായിട്ട് വീഡിയോസുകളായിട്ടും സൂമുകളായിട്ടും ഇനി വരും, തീർച്ചയായിട്ടും വരും. മുസ്തഫ സാർ കേൾക്കുന്നുണ്ടോ? മുസ്തഫ സാറ് ലെഫ്റ്റ് ആയി തോന്നുന്നു കേട്ടോ. മാഡം ഒന്ന് സംസാരിച്ചോളൂ, സ്ത്രീകളുടെ ഭാഗത്തുനിന്ന്. ഹായ് മൈ ഡിയർ ഹൈറിച്ച് ഫാമിലി മെമ്പേഴ്സ്, നമസ്കാരം. ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ മാം, ഓക്കെ ഓക്കെ ഓക്കെ. എനിക്കിപ്പോ വീഡിയോയിൽ വരാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ വരാത്തത്. നമ്മുടെ മുസ്തഫ സാറ് സംസാരിക്കേണ്ടതുണ്ടായിരുന്നു, അദ്ദേഹം എന്തുകൊണ്ടോ ലെഫ്റ്റ് ആയി പോയി. അപ്പൊ അതുകൊണ്ട് വളരെ കുറച്ച് സമയമുള്ളൂ, ചിലപ്പോൾ 10 മണിക്ക് ഇത് കട്ടാവും. അപ്പോൾ നമ്മൾ അതുവരെ ഒന്ന് സംസാരിക്കാം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നമ്മളുടെ ലീഗൽ ടീം എന്ന് പറയുന്നത് എല്ലാവരും പറഞ്ഞു, എന്നാലും ഞാൻ ഒന്നും കൂടി പറയാണ്. ന്യൂട്ടൺസ് ലോ, അത് കൊച്ചിയിലുള്ളതാണ്. ദുബായിലും ഡൽഹിയിലും അതിന്റെ ഓഫീസുണ്ട്. അപ്പോൾ ഇതിലെ മനോജ് വി ജോർജ് സാറാണ് നമ്മുടെ മെയിൻ ആയിട്ട് സുപ്രീം കോർട്ട് വക്കീല്. നമ്മുടെ അയ്യൂബ് ബ്രോ പറഞ്ഞില്ല, രാജേഷ് സാറാണ് നമ്മുടെ ഹൈക്കോർട്ട് വക്കീല്. അതുപോലെ തന്നെ നമ്മുടെ സെഷൻസിലെ വാസവൻ സാറ്. ഇങ്ങനെ 72ഓളം ലീഗൽ അഡ്വക്കേറ്റ്സിന്റെ ലീഗൽ ടീമാണ് ഇപ്പോൾ നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാൻ പോണത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മൾക്ക് എന്തായാലും നമ്മളുടെ വിധി ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, അത് എല്ലാവരും മനസ്സിലാക്കുക. നമുക്ക് ഇനിയും അവസരങ്ങളുണ്ട്, ഇത് അന്തിമ വിധിയല്ല. പിന്നെ നമ്മൾ ഇനി പറയാം, കേസ് ഫയൽ ചെയ്താലും മാത്രമാണ് പൈസ കിട്ടൂ എന്നുള്ള തെറ്റായ ധാരണയാണ്. അത് നെഗറ്റീവുകാർ നമ്മളോട് അടിച്ചേൽപ്പിക്കുന്ന ഒരു വെറും മിഥ്യയായ ഒരു സങ്കല്പം മാത്രമാണ്. അപ്പോൾ നമ്മൾ അതിൽ പെടാതിരിക്കുക. ഇതുവരെ നമ്മൾ അത് പെട്ടിട്ടില്ല, വളരെ കുറച്ച് പേരെ അതിൽ പെട്ടിട്ടുള്ളൂ. അതിൽ ഇനിയെങ്കിലും തെറ്റ് തിരുത്താൻ അവർക്ക് അവസരമുണ്ട്. അപ്പോ പറഞ്ഞ പോലെ അവരുടെ എത്രയാണോ ആ ഫണ്ട് അവിടെ കെട്ടിവെച്ചിട്ട് ബാക്കിയുള്ള ഫണ്ട് റിലീസ് ചെയ്യാനായിരിക്കും നമുക്ക് ഉണ്ടാവുക, അടുത്ത സാഹചര്യങ്ങൾ ഒരുങ്ങുക. അപ്പൊ അതുകൊണ്ട് ആരും ആ ഒരു വഴിക്ക് നീങ്ങാതെ നമ്മുടെ കമ്പനിയുടെ കൂടെ ഒപ്പം
കൂട്ടായി അഡ്വക്കേറ്റ്സിന്റെ കൂടെ നമ്മൾ കട്ടയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ ഹൈറിച്ചിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. എനിക്ക് ഇതാണ് നിങ്ങളോട് ഈ ഒരു വൈകിയ വേളയിൽ പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും സമാധാനമായിട്ട് ഇരിക്കുക. നമുക്ക് ഇനി വളരെ കുറച്ച് സമയം നമ്മൾ ഇപ്പൊ ഇത്രയും സഹിച്ചു, ഇനി നമുക്ക് കുറച്ചും കൂടി സഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ നല്ലൊരു, നമുക്ക് ഇപ്പൊ ഈ കാലം കൊണ്ട് നമ്മൾ ഒരുപാട് അറിഞ്ഞു അല്ലെ, ഒരുപാട് ദുരിതങ്ങളും എല്ലാവരും ആത്മഹത്യയുടെ വക്കിലും കാര്യങ്ങളിലൊക്കെയാണ്. അപ്പോ ആ ഒരു സന്ദർഭം നമ്മൾ കുറച്ചും കൂടി നമ്മൾ സഹിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പോ മുസ്തഫ സാർ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും സമാധാനമായിട്ടിരിക്കുക. എനിക്ക് അത്രമാത്രം നിങ്ങളോട് പറയാനുള്ളൂ. ഒരു സഹോദരി എന്നുള്ള നിലയ്ക്ക്, ഒരു മകൾ എന്നുള്ള നിലയ്ക്ക്, എല്ലാതും കൊണ്ടും നമ്മൾ എല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. എനിക്ക് അത്രയും മാത്രം പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു. മുസ്തഫ സാർ അവൈലബിൾ ആണോ? ഞാൻ അവൈലബിൾ ആണ് സാർ. ഞാൻ എന്നെ ഹോസ്റ്റ് ആക്കാത്തതിന്റെ പ്രശ്നമായിരുന്നു. കാണിക്കുന്നു. ഓക്കെ, ഞാൻ പറയാം. പ്രിയപ്പെട്ട ഹൈറിച്ച് ഫാമിലി മെമ്പേഴ്സ്, നമ്മളൊക്കെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. ഇന്ന് എന്ന് വെച്ചാല് പാനിക് സിറ്റുവേഷനിലാണ്. കാരണം നമുക്കെതിരെ പല കാര്യങ്ങളും അടിച്ചിറക്കിയിട്ടാണ് നെഗറ്റീവ് ഗ്രൂപ്പ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ കൂടുതൽ ആളുകളും ഇതിന് വ്യൂവേഴ്സ് ആയി മാറുകയാണ്. അത് കേട്ടിട്ട് ഇന്ന് ഒരുപാട് പേര് എന്നെ വിളിച്ചിരുന്നു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആകെ കട്ടമ കയറിയല്ലേ കമ്പനി, കട്ടമ കയറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എന്ത് കട്ടമ കയറുന്നു? അല്ല, ഇങ്ങനെയല്ലോ പൊതുവെ വരുന്നത്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൈസ മേടിക്കണ്ടേ. ഞാൻ പറഞ്ഞു, നിങ്ങൾ 9 മണിയുടെ സൂം മീറ്റിംഗിൽ കയറി ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പൊ ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാല്, ഞങ്ങൾ ഇന്നലെ ഏകദേശം 30ഓളം ലീഡേഴ്സ് കൊച്ചിയിൽ ഒത്തുകൂടിയെന്ന് വെച്ചാല് നമ്മുടെ ഈ ന്യൂട്ടൺസ് ലോ കൊച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസോസിയേറ്റ്സ് ആണ്. ഇന്ത്യയിലെ തന്നെ 10 ലീഗൽ അസോസിയേഷനെ എടുക്കുകയാണെങ്കിൽ അതില് 1 ആണ്. അപ്പൊ ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാല്, ഇപ്പൊ നമ്മള് കേസിന്റെ നാൾവഴികളും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ബാരി സാർ പറഞ്ഞു. അതോടൊപ്പം തന്നെ അയ്യൂബ് സാറ്, വിജയലക്ഷ്മി മേഡം ഒക്കെ പറഞ്ഞു. പക്ഷെ അപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും, എന്താണ്, എങ്ങനെയാണ്. ഇതിപ്പോ കുറെ കാലമായി ലീഡേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഇവിടെ ഇത് വീണ്ടും കേട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് പോയി കഴിയുമ്പോൾ പിന്നെയും നീണ്ടു പോവാണ്. പൈസ ഇത് പൊതുവെയുള്ള സംസാരമാണ്. ആളുകള് ഇത് കമ്പനിയും അല്ലെങ്കിൽ ലീഡേഴ്സൊക്കെ ആയിട്ട് ഒത്തുകളിച്ചിട്ട് ഇങ്ങനെ നീട്ടി കൊണ്ടുപോയി ഇതിനെ ഒന്നുമില്ലാത്ത അവസ്ഥയിലാക്കിയിട്ട് അവസാനം നമ്മളൊക്കെ മരിച്ചു പോവുക. ആ സമയത്ത് ഓരോരുത്തർ ഇവരൊക്കെ ലക്ഷറി ലൈഫ് ജീവിക്കും, ലീഡേഴ്സും മാനേജ്മെന്റും എന്നൊക്കെയാണ് പറഞ്ഞ് പരത്തുന്നത്. അപ്പൊ ആക്ച്വലി സംഭവിക്കണത് എന്താ വെച്ചാല്, ഇത് ഇപ്പോ നമ്മള് ഇന്നലെ ഉണ്ടായിട്ടുള്ള ഒരു ഡീലിംഗ് അല്ല. ഇത് ഏകദേശം 2 ആഴ്ച മുന്നേ ഇത് ഷീന മേഡം തെരഞ്ഞെടുത്തിട്ടുള്ള ഒരു കമ്പനിയാണിത്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂട്ടൺസ് ലോ കൊച്ചി എന്നുള്ളത്. ഇത് ഈ പേര് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, നമ്മൾ മുന്നേ ലീഡേഴ്സ് പലതും പറയും, നിങ്ങൾ അവിടെ സംസാരിക്കരുത്, ഇവിടെ സംസാരിക്കരുത്, നിങ്ങൾ പേടിച്ചിരിക്കണം എന്നുള്ള കുറെ കാര്യങ്ങളാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. അപ്പോ വക്കീലിന്റെ പേര് പറയാൻ പാടില്ല, ഒന്നും പറയാൻ പാടില്ല. ഇവിടെ നമുക്ക് ഇവര് ഈ ന്യൂട്ടൺസ് ലോ അസോസിയേഷന്റെ മനോജ് സാർ ആയാലും രാജേഷ് സാർ ആയാലും നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ഞങ്ങളുടെ കമ്പനിയുടെ പേര് പറയും, ഞങ്ങളാണ് നടത്തുന്നത് എന്ന് വെച്ചാല്. ഈ മനോജ് സാർ എന്നുള്ള സുപ്രീം കോടതി ജഡ്ജാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ പോയത്, ഞങ്ങൾ നേരത്തെ പാരസാർ പറഞ്ഞ പോലെ ഞങ്ങൾ ഒരു സൊസൈറ്റി രൂപീകരിക്കാനും അത് കേസിൽ കക്ഷി ചേരാനുള്ള പ്ലാനിലാണ് ഞങ്ങളൊക്കെ നിൽക്കുന്നത്. അതിലടക്കാണ് ഇങ്ങനൊരു വിളി വന്നതും ഞങ്ങളൊക്കെ അവിടെ പോയതും. അപ്പൊ ഞങ്ങളിതൊക്കെ കേട്ടിട്ട് അവസാനം നമുക്ക് പിന്നീട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി, പെട്ടെന്ന് നമ്മൾ സമ്മതിക്കണ്ട എന്നുള്ള ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റിലാണ് ഞങ്ങൾ പോയിരുന്നത്. പക്ഷെ അവിടെ എത്തിയിട്ട് മനോജ് സാറ് ഡൽഹിയിൽ നിന്നാണ് ഞങ്ങളുമായിട്ട് സംസാരിച്ചിട്ടുള്ളത് വീഡിയോ കോൺഫറൻസിൽ. രാജേഷ് സാർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ വൈഫ് ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് എന്ന് പറയുന്നത് ഏകദേശം 70ഓളം അഡ്വക്കേറ്റ്സിന്റെ ഒരു വലിയ ടീമാണ്. അപ്പോ ഡൽഹിയിലായാലും ദുബായിലായാലും കേരളത്തിലായാലും ഒക്കെ ഇവര് മാനേജ് ചെയ്ത ഒട്ടനവധി വിവാദമായിട്ടുള്ള കേസുകളൊക്കെ കൈകാര്യം ചെയ്തിട്ട് വിജയിച്ചിട്ടുള്ള ടീമാണ്. അപ്പൊ നമുക്കത് ബോധ്യപ്പെട്ടത് ഇന്നലെ അവിടെ പോയത് കൊണ്ട് മാത്രമാണ്. ഇന്നലെ വന്ന ആളുകളൊക്കെ പൂർണ്ണമായിട്ടും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇവര് പറയുന്നതെന്ന് വെച്ചാല്, ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാല് സാധാരണഗതിയിൽ ഇത് ഒരു പ്രൈമറി ആക്ഷൻ പോലും നമ്മുടെ ഈ കേസിൽ എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതായത് നമുക്കെതിരെ കംപ്ലൈന്റ് കൊടുത്ത ആളെ അവർക്കെതിരെ ചിലപ്പോ അതിന് ആക്ഷൻ എടുക്കണം, അതൊന്നും എടുത്തിട്ടില്ല. യൂട്യൂബേഴ്സിന് ആക്ഷൻ എടുക്കണം, അതൊന്നും എടുത്തിട്ടില്ല. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം പ്രൈമറി സെഷനിലെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആരൊക്കെ നമുക്കെതിരെ കമ്പനിക്കെതിരെ നെഗറ്റീവ് വീഡിയോസ് ഉണ്ടാക്കുന്നോ അവർക്കെതിരെ നമ്മൾ
പരാതി കൊടുക്കാൻ പോവാണ്. അപ്പൊ അതെല്ലാം സഡൻ ആക്ഷൻ ഉണ്ടാവും. ഈ പറയുന്ന കുട്ടി ആഘോഷിക്കുന്ന കുറെ യൂട്യൂബേഴ്സിനൊക്കെ നമുക്ക് പിന്നീട് വഴിയിൽ കാണാം അവരെന്താണ് ഇനി സംഭവിക്കുക എന്നുള്ളതൊക്കെ. അവരെ യൂട്യൂബൊക്കെ നമ്മൾ പൂട്ടിക്കും. ആ ലെവലിലാണ് പറയുന്നത്. ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാല് ഇപ്പൊ സംസാരിച്ച ആളുകളൊന്നും ഇത്ര വ്യക്തമായിട്ട് പറയുന്നില്ല. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഭയം പേടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറണം എന്ന് പറഞ്ഞാല് ഇത് ഏറ്റെടുത്ത ടീം, അതായത് ബഡ്സ് ആണ് ഇപ്പൊ നമ്മുടെ മെയിൻ വിഷയം. ഈ ബഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഈ ബുക്ക് ഇറക്കിയിട്ടുള്ള ബഡ്സിന്റെ നിയമങ്ങൾ എഴുതിയിട്ടുള്ളത് ഈ മനോജ് സാർ എന്ന് പറഞ്ഞ ഈ അഡ്വക്കേറ്റ്, സുപ്രീം കോടതി അഡ്വക്കേറ്റ് ആണ്. അദ്ദേഹം തന്നെയാണ് പറയുന്നത് നമ്മുടെ കേസിന്റെ ഇന്നലത്തെ ഓർഡറും അല്ല കേസിന്റെ നാൾവഴികളൊക്കെ ചെക്ക് ചെയ്തിട്ട് പറയണത് ഇത് നിങ്ങളെ കമ്പനി ഒരിക്കലും ബഡ്സിൽ പെടുന്നില്ല. അതിന് ഇപ്പൊ ഈ ഓർഡറിലുണ്ട് നിങ്ങൾക്ക് അടുത്ത മേൽക്കോടതിനെ സമീപിക്കാന്ന്. അത് ഈ വരുന്ന ആഴ്ച, അടുത്ത ആഴ്ച, തിങ്കളാഴ്ച മുതൽ അതിന്റെ കാര്യങ്ങളായിട്ട് പോവാണ്. അപ്പൊ അത് കോഷ് ചെയ്തിട്ട് നമ്മളിത് തിരിച്ചു വരും. അതുപോലെ തന്നെ നമുക്ക് ഈ നമ്മുടെ MD-നെ തിരിച്ചു കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പല കാര്യങ്ങളും ഇവർ ഓൾറെഡി ഈ 10-15 ദിവസം കൊണ്ട് പലതും സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലാതെ ഇവർ ഇങ്ങനെ ചെയ്യാൻ പോകുന്നു എന്നുള്ളതല്ല, ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെയ്തു വെച്ചിട്ടുണ്ട് കുറെ കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ ഈ ഒരു കാര്യത്തില് ബഡ്സുമായി നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ഇപ്പൊ എത്തിയിട്ടുള്ള ലൊക്കേഷൻ കറക്റ്റ് ആണ്. അതായത് നമ്മൾ ഇതുവരെ പോയ വഴികളൊക്കെ തെറ്റായിരുന്നു എന്ന് പറഞ്ഞാൽ വക്കീലന്മാരായാലും മറ്റുള്ള ലീഡേഴ്സ് ആയാലും ഒക്കെ തെറ്റായ വഴികളിലൂടെ നമ്മൾ കൊണ്ടുപോയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കറിയില്ല, നമ്മളൊരു വക്കീലുമായിട്ട് സംസാരിക്കുന്നില്ല, നമുക്ക് വക്കീലിനെ കാണാൻ പറ്റില്ല, പേടിയാണ്, അത് പേടിപ്പിക്കാണ്. ഇന്ന കാര്യങ്ങൾ പുറത്ത് പറയാൻ പാടില്ല. ഞങ്ങൾ പല ആക്ഷൻ കമ്മിറ്റി രൂപീകരണം എന്നൊക്കെ പണ്ടേ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവരായിരുന്നു ഇതിനെതിരായിട്ട് നിന്നിരുന്നത്. അപ്പൊ ഇതൊക്കെ മാറിയിട്ട് ഇപ്പൊ നമ്മൾ ഒരു പുതിയ ഒരു പ്രഭാതത്തിലേക്ക് കടക്കാണ് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ഒരു പുതിയ ആക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആശങ്കകളൊക്കെ മാറ്റിവെച്ചിട്ട് നമുക്ക് വെറും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, ചുരുങ്ങിയ സമയം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, പക്ഷെ ഞാൻ പറയാണ് ഒരു 2 മാസത്തിനുള്ളിൽ നമ്മുടെ കമ്പനി തിരിച്ച് നമുക്ക് തരും, ഉറപ്പാണത്. കാരണം ഈ എല്ലാ കാര്യങ്ങളും ഇവര് പോസിറ്റീവായിട്ടാണ് നമ്മളായിട്ട് സംസാരിച്ചിട്ടുള്ളത്. ഇത് വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നിങ്ങൾ യാതൊരു ഭയം വേണ്ട, നിങ്ങളുടെ കമ്മ്യൂണിറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചിട്ടുള്ളത്. ഈ കമ്മ്യൂണിറ്റിയിൽ ഇപ്പൊ കേസ് കൊടുത്ത ആളുകളുടെ അവസ്ഥ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, അയ്യൂബ് സാർ പറഞ്ഞു, കേസ് കൊടുത്ത ആളുകൾ വെറും 43 FIR ഉള്ളൂ. ഈ 43 FIR ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോണ കാര്യം എന്ന് വെച്ചാൽ ഈ 43 കേസുകളുടെ ഫണ്ട് ഉണ്ട്, ഒരു കോടിയുടെ താഴെ വരണുള്ളൂ. അത് സെപ്പറേറ്റ് ഫ്രീസിംഗിൽ ഇട്ടും സെപ്പറേറ്റ് ആയിട്ട് അതൊരു കമ്മിറ്റിയാണ് അത് നിരീക്ഷിക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഫണ്ട് റിലീസ് ചെയ്തിട്ട് നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്താ, ഈ കേസ് കൊടുത്ത ആളുകൾ അതിന്റെ പിന്നാലെ നടന്നിട്ട് അവര് ഇപ്പൊ അറിയാലോ, പല കേസ് കമ്പനികളിലും നമ്മൾ കണ്ടിട്ടില്ല, 12-15 വർഷമായിട്ട് അവർക്ക് പൈസ കിട്ടിയിട്ടില്ല. അപ്പൊ ആ ലെവലിലേക്കാണ് ഈ കേസ് കൊടുത്താലുള്ള അവസ്ഥ. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ഇനിയിപ്പോ ഇനി ആരെങ്കിലും ഒക്കെ ഇത് കേട്ടിട്ട് FIR ഇടണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പ്രശ്നമില്ല, നമ്മൾ തടയാനൊന്നുമില്ല. പക്ഷെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടാനുള്ള ബുദ്ധിമുട്ട്, അത് നിങ്ങൾ മറ്റുള്ള കേസുകൾ, വിവാദമായിട്ടുള്ള പല കേസുകളുണ്ട്, അതിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കും. അപ്പോൾ ഇത് 100% നമുക്ക് ബോധ്യപ്പെട്ട കാര്യം. ഞങ്ങളൊക്കെ ഇന്നലെ ഫുള്ള് വേറൊരു ഹാപ്പി മൈൻഡിലാണ് ഞങ്ങളെല്ലാം പുറത്തിറങ്ങിയിട്ടുള്ളത്. കാരണം ഇവരുടെ ഈ കോൺഫിഡൻസും ഇവർ പറഞ്ഞാൽ ഈ കമ്മ്യൂണിറ്റി ഞങ്ങളെ കൂടെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ കമ്പനിനെ ഞങ്ങൾ ഈ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ നിങ്ങളുടെ കയ്യിലെത്തിക്കും എന്നുള്ള വാഗ്ദാനമാണ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ ഹൈറിച്ച് ആളുകളോട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നുകൂടെ ക്ഷമിച്ചിരുന്നാൽ, ഞാൻ പറയുന്ന ഇതാണ്, ഒരു 2 മാസത്തിനുള്ളിലൊക്കെ നമ്മുടെ കമ്പനി ശക്തമായിട്ട് തിരിച്ചു വരും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പൊ കമ്പനിയുടെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പൊ പറഞ്ഞില്ല, നേരത്തെ മനോജ് സാറ് ആയാലും രാജേഷ് സാർ ആയാലും അവര് ഫുള്ള് ഈ സംഭവം ഏറ്റെടുത്ത് നിങ്ങൾക്ക് തിരിച്ചു തരുന്നുള്ള വാഗ്ദാനം നമുക്ക് നൽകിയിട്ടുണ്ട്. അതേ വാഗ്ദാനമാണ് ഞാനിപ്പോ നിങ്ങൾക്ക് നൽകാൻ പോണത്. വെറും 2 മാസത്തിനുള്ളിൽ തീർച്ചയായിട്ടും ഈ കമ്പനി തിരിച്ചു വരുമെന്നുള്ളത് മാത്രം ഞാൻ പറഞ്ഞു. കാരണം നിങ്ങളൊക്കെ പാനിക്കിലാണ്. ആ പാനിക് സിറ്റുവേഷൻ മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. മറ്റുള്ളവരൊന്നും അത് പറയാത്തിരുന്നത് ഇനി ഓരോരുത്തർക്ക് അത് പ്രശ്നം ആവണ്ട വെച്ചിട്ട്. പക്ഷെ ഞാൻ അത് ഏറ്റെടുക്കുന്നു. കാരണം ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാൻ തന്നെ ഏറ്റെടുക്കാം. കാരണം ഇതൊക്കെ സംസാരിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത്ര വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ധൈര്യമായിട്ട് ഇരിക്കുക. ഇനിയുള്ള ദിവസങ്ങൾ നമ്മുടേതാണ്. ഓരോ കാര്യങ്ങളും ഓരോ ദിവസവും ഇന്ന് ശരിക്കും പറഞ്ഞാല് നമ്മൾ റിക്വസ്റ്റ് ചെയ്താണ് അഡ്വക്കേറ്റുമായിട്ട് സൂം ചെയ്യണം എന്ന് വെച്ചിട്ട്. പക്ഷെ രാകേഷ് സാറ് അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ പോവാണ്, മറ്റന്നാളെ തിരിച്ചു വരുള്ളൂ. അപ്പൊ ചിലപ്പോൾ തിങ്കളോ ചൊവ്വയോ നമുക്കൊരു സൂം മീറ്റിംഗ് കൂടും, അവരെ വെച്ചിട്ട് വിശദമായിട്ട് അവര് ഡീറ്റെയിൽ ഒക്കെ പറയും.
അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ഒരു നല്ല ശുഭരാത്രി നേരെയാണ്. അടുത്തായിട്ട് അയ്യൂബ് സാറേ. സാർ അടുത്ത സദാനന്ദ് സാർ. സദാനന്ദ് സാറിനെ വിളിക്കാം. ഗുഡ് ഈവനിങ് ഓൾ ഹൈ റിച്ച് ഫാമിലി മെമ്പേഴ്സ്. വളരെ സന്തോഷത്തോടെയാണ് ഇപ്പൊ ഇരിക്കുന്നത്. കാരണം ഇന്നലെ ഉണ്ടായി, അതായത് പത്രവാർത്തകളും ന്യൂസുകളും എല്ലാം നമുക്കെതിരായിട്ട് ഹൈറിച്ച് തീർന്നു. ഹൈറിച്ചിന്റെ ശവപ്പെട്ടിൽ അവസാനത്തെ ആണി അടിച്ചു എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചപ്പോ നമ്മുടെ ഹൈറിച്ചിലെ ഫാമിലി ഒരു 16 ലക്ഷത്തോളം പേര് വരുന്നവർക്ക് പാനിക്കാതെ എന്ത് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണ്. പക്ഷെ അത് ആ ഒരു നെഗറ്റീവ് മൈൻഡിലാണ് നമ്മൾ ഇനി എന്ത് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്നലെ 20 പേരോളമാണ് നമ്മുടെ ന്യൂട്ടൺ ലോ അഡ്വക്കേറ്റ്സിന്റെ അവിടെ എത്താൻ പറഞ്ഞത്. പക്ഷേ ആ ആവേശം കൊണ്ട് 35 പേരോളം എത്തി. വളരെ കൃത്യമായും വ്യക്തമായും നമ്മുടെ കമ്പനി ബഡ്സ് നിയമത്തിൽ പെടില്ല എന്നും ഈ കമ്പനി തിരിച്ചു വരണമെന്നും ഈ കമ്പനി കേരളത്തിന് ഇന്ത്യയിലെ തന്നെ ആവശ്യമായ ഒരു കമ്പനിയാണെന്നും നമ്മളെ വളരെ കൃത്യവും വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ശരിക്കും നമ്മുടെ മുസ്തഫ സാർ പറഞ്ഞ പോലെ വളരെ ഹാപ്പി ആയിട്ടാണ് എല്ലാവരും ഇറങ്ങിയത്. അത് നമ്മുടെ അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയില്ല. കാരണം എല്ലാ കാര്യങ്ങളും നമ്മുടെ ബാരിസ് സാറും അയ്യൂബ് ഖാൻ സാറും വിജയലക്ഷ്മി മേഡവും മുസ്തഫ സാറും പറഞ്ഞു. പക്ഷേ ഇനി നമ്മുടെ മുസ്തഫ സാർ പറഞ്ഞ പോലെ ആരെങ്കിലും കേസ് കൊടുക്കുന്നതിന് ഇപ്പൊ അയ്യൂബ് ഖാൻ സാർ പറഞ്ഞാലെ തടസ്സമൊന്നുമില്ല, കൊടുത്തോളൂ. പക്ഷേ അവരെ പണം കിട്ടാൻ ഇച്ചിരി താമസിക്കും. പക്ഷെ നമ്മൾ കമ്പനി ഉറപ്പായിട്ടും വരുമെന്ന് നമ്മുടെ ഈ അഡ്വക്കേറ്റ് പാനൽ, അതായത് മനോജ് വി ജോർജ്, അദ്ദേഹത്തിന്റെ പേര് സുപ്രീം കോടതി അഡ്വക്കേറ്റിന്റെ പേര് മനോജ് വി ജോർജ്, അദ്ദേഹം വീഡിയോ കോൺഫറൻസിൽ വന്നു. അതുപോലെ തന്നെ രാജേഷ് സാർ നമ്മളോടൊപ്പം ഇരുന്നു, കാര്യങ്ങൾ വിശദീകരിച്ചു. വാസവൻ സാറ് വീഡിയോ കോൺഫറൻസിൽ വന്നു. എല്ലാവരും വളരെ കോൺഫിഡൻസ്. അതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ആത്മാഭിമാനം തോന്നിയത് നമ്മുടെ മേഡം ഈ കമ്പനി തിരിച്ചു കൊണ്ടുവരും എന്നുള്ള ഉറപ്പിന്മേലാണ് കൂടെ നിൽക്കുന്നത്. അവര് വേറിട്ട് ചിന്തിച്ചിട്ടില്ല. പലരും ഈ മേഡത്തിനെയും പ്രതാപ് സാറിനെയും കുറ്റപ്പെടുത്തുകയും തള്ളിപ്പറയുകയും ഇവർക്ക് ഇത് ആവശ്യമില്ല, ഇവര് നമ്മളെ പറ്റിക്കാന്ന് പറയുമ്പോഴും ആ മേഡം, നമ്മുടെ ശ്രീന മേഡം കമ്പനിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്ത അതിന്റെ ഒരു പാർട്ടി ഞാനും കൂടിയാണ്. എത്രയോ സ്ഥലങ്ങളിൽ ഞാനും മേഡം എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ കമ്പനിയെ കൊണ്ടുവരാൻ മാനേജ്മെന്റ് വളരെയധികം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ ഇന്നലെ ചോദ്യത്തില് കൃത്യമായി മറുപടി പറഞ്ഞു മനോജ് വി ജോർജ് സാർ പറഞ്ഞു, ഈ ബഡ്സ് നിയമം കേരളത്തിൽ ആദ്യമായി കൊണ്ടുവന്ന അഡ്വക്കേറ്റ് ഞാനാണ്. ഞാൻ പറയുന്നു ഹൈറിച്ച് എന്ന കമ്പനി യാതൊരു കാരണവശാലും ബഡ്സിൽ പെടില്ല. നിങ്ങൾ ഈ 16 ലക്ഷം പേരുടെയും ജീവിതോപാധിയായി കമ്പനി തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾ റെഡിയാണ്. അതിനുള്ളൊരു പാനൽ തന്നെയാണ് ഞങ്ങൾ റെഡിയാക്കി കഴിഞ്ഞത്. ഞങ്ങൾ ഇതിന്റെ മൂവ്മെന്റ് ഇനി നമുക്കെതിരെ ശബ്ദിക്കുന്നവരെ വരെ, ഇപ്പം മാഡത്തിനെ കുറിച്ച് വളരെ മോശമായി സംസാരിച്ച യൂട്യൂബേഴ്സ് ഉണ്ട്, അവരുടെ പേരിലൊക്കെ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പൊ അതൊട്ടുമല്ല, ആ രീതിയിലാണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഇനി നമ്മുടെ പ്രതാപ് സാർ എന്തിനാണ് ഇപ്പൊ ജയിലിൽ കിടക്കുന്ന അദ്ദേഹം ചോദിച്ചു. ഇങ്ങനെ ഈ ഒരാളെ ഒരു 1600 ആദ്യത്തെ രൂപയുടെ ആദ്യ FIR തൊട്ടാണ് തുടങ്ങുന്നത്. ആ ഒരു FIR-ന്റെ പേരിൽ എന്തിന് പ്രതാപ് സാറിനെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിരിക്കുന്നു? ആ ചോദ്യമൊക്കെ ചോദിച്ചു. അപ്പൊ നമുക്ക് ശരിക്കും അപ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പൊ എന്തായാലും കഴിഞ്ഞു പോയതിനെ കുറിച്ച് നമ്മൾ ഇനി ചകയുന്നില്ല. നെക്സ്റ്റ് നൗ ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ വളരെ കൃത്യവും വ്യക്തവുമായിട്ടാണ് ഈ അഡ്വക്കേറ്റ് പാനൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് സന്തോഷത്തോടെ കിടന്നുറങ്ങാം. കാരണം നമ്മുടെ കമ്പനി ഹൈറിച്ച് എന്ന് പറഞ്ഞ കമ്പനി കേരളത്തിന് ആവശ്യമാണ്, നമുക്ക് ആവശ്യമാണ്, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ആവശ്യമാണ്. ഇത് ഞാൻ പറഞ്ഞ ഡയലോഗല്ല, അഡ്വക്കേറ്റേഴ്സ് പറഞ്ഞ ഡയലോഗാണ്. ആ കമ്പനിയെ തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾ തയ്യാറായിരിക്കുകയാണ്. നിങ്ങളുടെ ഈ കമ്മ്യൂണിറ്റി 16 ലക്ഷം പേർ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിൽക്കണം. പിന്നെ കേസ് കൊടുക്കുന്നത് തടയാനൊന്നും പോകണ്ട. അങ്ങനെ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പൈസ പെട്ടെന്ന് കിട്ടുന്നുള്ള വ്യാമോഹമൊന്നും വേണ്ട. അത് നമ്മൾ വേറൊരു പൂളിലേക്ക് മാറ്റിവെക്കും. ബാക്കി കാര്യങ്ങൾ കമ്പനി ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ റെഡിയാണ്, തന്നിരിക്കും എന്ന ഒരു ആ ഉറപ്പ് അവിടെ കൂടി. ഇന്നലെ ഞങ്ങൾ ഏകദേശം 35ഓളം പേരെടുത്ത് പറയുന്നില്ല. അതിനകത്ത് മുൻനിരയിൽ ഞങ്ങൾ ചോദിച്ചത് അയ്യൂബ് ഖാൻ സാർ ഉണ്ടായിരുന്നു, ബാരി സാർ ഉണ്ടായിരുന്നു, മുസ്തഫ, ഞങ്ങളെല്ലാം ഒരു വമ്പൻ ടീം. അതുപോലെ തന്നെ ഇതിനുവേണ്ടി പണിയെടുത്ത 2 വ്യക്തിത്വങ്ങളെ നമ്മൾ ഈ കൂട്ടത്തിൽ ഓർക്കണം. ഒന്ന് അജിത്ത് കടുത്തുരുത്തി, ഒന്ന് റിജു റാഫേൽ ഉണ്ട്. പിന്നെ മേഡം ശരിക്കും ശാരീരികമായി ബുദ്ധിമുട്ടായിട്ട് പോലും ആ മേഡത്തിന്റെ ഒക്കെ ഉണ്ടല്ലോ, അവരുടെ മൈൻഡ് നമ്മൾ കണ്ടില്ല എന്ന് വെക്കരുത്.
അവരെ തെറി വിളിക്കുന്നവരും കൂകി വിളിക്കുന്നവരും തള്ളിപ്പറയുന്നവരും ശപിക്കുന്നവരും ഒക്കെ ഉണ്ട്. ഇവിടെ പറയാൻ ഒറ്റ കേസേ ഉള്ളൂ. ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു കമ്പനിയുടെ പേരിൽ കേസ് ഉണ്ടായിട്ട് ആ കമ്പനിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മാനേജ്മെന്റ് ശക്തിയായി രംഗത്ത് വന്നിട്ട് ഭർത്താവ് ജയിലിലാണ്, ഇവരെ ഇപ്പൊ സാമ്പത്തികമായി തകർന്നു നിൽക്കുകയാണ്, എന്നിട്ട് പോലും നമ്മോടൊപ്പം പൊരുതി നിൽക്കുകയാണ്. ആ മേഡം പറഞ്ഞ വാക്ക്, ഞാൻ സീന ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയരിച്ചു കൊണ്ടുവന്നിരിക്കും. കൂടെ നിന്നവരും കൂട്ടിപ്പിടിച്ചവരും ചതിച്ചിട്ട് പോയി, അത് ഞാനിവിടെ പറയുന്നില്ല. കൂടെ നിന്നവരെല്ലാവരും, അത് തന്നെ അഡ്വക്കേറ്റ് തുറന്നു പറഞ്ഞു, അവരെല്ലാം ചതിവായിരുന്നു. ഇനി നിങ്ങൾ ഓരോ സ്റ്റെപ്പും ഞങ്ങളാണ് നിങ്ങളുടെ ഒപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു അഡ്വക്കേറ്റും പറയുന്നതല്ല, ഞങ്ങൾ സൂമിൽ വന്ന് നിങ്ങളോട് സംസാരിക്കാം, നിങ്ങളുടെ ഹൈറിച്ചിൽ നിങ്ങളുടെ മെമ്പേഴ്സ് ഞങ്ങൾ സൂമിൽ വരാം. ഇന്ന് തന്റെ ഇടമായിട്ട് നമ്മൾ ഈ സൂം നടത്താനുള്ള കാരണം, ഇതിനു മുമ്പ് പല ലീഡേഴ്സും പറഞ്ഞു ചെയ്യല്, അത് നമ്മുടെ കമ്പനിക്കെതിരാണ്, അതുകൊണ്ട് ചെയ്യലെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ ഈ അഡ്വക്കേറ്റ് പാനൽ പറഞ്ഞത് എന്താണ്? നിങ്ങൾ ധൈര്യമായിട്ട് സൂം ചെയ്യണം, നിങ്ങൾ യൂട്യൂബിൽ നമ്മുടെ ഹൈറിച്ചിന് വേണ്ടി അനുകൂലമായി സംസാരിക്കണം, ശക്തിയുക്തം നിങ്ങൾ വാദിക്കണം. നിങ്ങൾ ആരെയാണ് പേടിക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഫിസിക്കൽ മീറ്റിംഗ് നടത്തണോ, നിങ്ങൾ നടത്തിക്കോളൂ, ഞങ്ങളുടെ പേര് പറഞ്ഞോളൂ. മനോജ് ബി ജോർജ് സാർ പറഞ്ഞു, ഞങ്ങളുടെ പേര് പറ, ഞങ്ങളാണ് നടത്തുന്നത്, നിങ്ങൾ തുറന്നു പറഞ്ഞോളൂ, ഞങ്ങളൊപ്പമുണ്ട്, നിങ്ങളുടെ എവിടെ സൂമിൽ വന്ന് ഞങ്ങൾ സംസാരിക്കണം, ഞങ്ങൾ റെഡിയാണ്. അപ്പൊ അടുത്ത ദിവസം തന്നെ നമ്മളോട് സംസാരിക്കാൻ ഈ പാനൽ, അതായത് മനോജ് ബി ജോർജ് സാർ സുപ്രീം കോടതി അഡ്വക്കേറ്റ് ആണ്, അതുപോലെ തന്നെ രാജ്കുമാർ സാറ് ഹൈക്കോടതി അഡ്വക്കേറ്റ് ആണ്, വാസവൻ സാറ് നമ്മുടെ ഒപ്പമുണ്ട്. ഇവരൊക്കെ രംഗത്ത് വന്ന് സംസാരിക്കും. ഇവരുടെ പേര് തുറന്നു പറഞ്ഞോളാനാണ് പറഞ്ഞത്. കാരണം എന്താണ്? ഞങ്ങൾക്കുറപ്പാണ്, ഞങ്ങളാണ് ഈ ബഡ്സ് നിയമോടെ കൊണ്ടുവന്നത്. അതുകൊണ്ട് ഈ കമ്പനി ബഡ്സിൽ പെടില്ല. ഈ കമ്പനി തുറന്ന് പ്രവർത്തിക്കേണ്ടത് ഇവിടുത്തെ ലക്ഷോപലക്ഷം. അതിനകത്ത് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ പോക്ക് തടസ്സമില്ലാതെയാണ് പോയിരുന്നെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഹൈറിച്ചിലുണ്ടായേനെ. അപ്പോ അത് സഹിക്കാൻ വയ്യാത്ത മറ്റു പലരാണ് ഈ കമ്പനിയെ തകർക്കാൻ ശ്രമിച്ചത്. അവർക്കെതിരെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തോളാം എന്ന് പറഞ്ഞു. എന്തായാലും സന്തോഷത്തോടെ ഇറങ്ങിപ്പോന്നു. എന്നെ ശ്രമിക്കുന്ന ഹൈറിച്ചിന്റെ മെമ്പേഴ്സ് ലീഡേഴ്സിനോട് ഫാമിലി പറയുന്നത്, സന്തോഷമായി നമുക്ക് ഉറങ്ങാം. ഈ മുസ്തഫ സാർ പറഞ്ഞത് വലിയ ദൂരമല്ലാതെ നമ്മുടെ കമ്പനി തിരിച്ചു വരും. നമ്മൾ പഴയതിനേക്കാൾ ശക്തമായി ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ നമ്മൾ ഉയർത്തെഴുന്നേക്കുന്ന ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. എനിക്ക് അവസരം തന്നതിന് നന്ദി പറയുന്നു. താങ്ക് യു. ജയ് ഹൈറിച്ച്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മൾ ഇന്നത്തെ സൂം വൈൻഡപ്പ് ചെയ്യല്ലേ സാറേ? അയ്യൂബ് സാറേ, ആ കേട്ടില്ല. സാറേ, ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാൻ ഒരു അവസരം കൊടുക്കുന്നുണ്ടോ? അത് വേണ്ട, ഇനിയിപ്പോ നമ്മള് 2 ദിവസം കഴിഞ്ഞിട്ട് വേറൊരു സൂം ചെയ്യണല്ലേ. ഓക്കെ സാർ, ഓക്കെ ഓക്കെ. അബ്ദുൾ സാറിനെയും ബിനി സാറിനെ ഒന്ന് വിളിക്കാൻ പറ്റുമോ? ഒന്ന് 2 വാക്ക് പറയാം. ബിനി സർ അവൈലബിൾ ആണോ? ഹോസ്റ്റ് ആയിട്ടുള്ള ആരെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഒന്ന് സംസാരിക്കാം. അതെ. ബിനി സാർ, ഹലോ, കേൾക്കുന്നുണ്ടോ? ആ സാറേ പറഞ്ഞോളൂ. നമ്മളൊരു ഹൈറിച്ച് കുടുംബാംഗങ്ങളെ, ഞാൻ നിങ്ങളെല്ലാവരും പറഞ്ഞത് കേട്ടു. നമ്മളെല്ലാം വിശദമായിട്ട് എല്ലാവരും തന്നെ പറഞ്ഞു. ശരിക്കും നമ്മുടെ വക്കീൽ പറഞ്ഞൊരു കാര്യം, നമുക്ക് സാധാരണ കാരണന്മാര് പറയില്ലേ, കടിച്ച പാമ്പിനെ കൊണ്ട് ഒരു വിഷം ഇറക്കാന്ന് പറയില്ലേ, ഈ ബഡ്സ് നിയമം ഉണ്ടാക്കിയ വ്യക്തി തന്നെ നമുക്ക് വാദിക്കാൻ വരുന്നത് എന്ന് പറയുന്ന ഒരു വലിയൊരു സംഭവം തന്നെയാണ്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാന് ഈ കമ്പനി പ്രശ്നം തുടങ്ങിയ തൊട്ട് ഇന്ന് വരെ മാഡത്തിന്റെ കൂടെയും സാറിന്റെ കൂടെയും കട്ടയ്ക്കുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഏകദേശം 5ഓളം കേസിൽ ജാമ്യം നിന്നിട്ടൊരു വ്യക്തി കൂടിയാണ് ഞാൻ. ഇന്നും കൂടി പാലക്കാട് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് സമയം പോയതുകൊണ്ട് തിങ്കളാഴ്ച ആക്കിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് 100% ഇവരുടെ കൂടെ നിന്നപ്പോൾ കിട്ടിയ ഒരു അനുഭവം എന്ന് പറയുന്നത്, ശ്രീനാമയുടെ ആയാലും പ്രതാപ് സാറായാലും 100% ഈ കമ്പനി തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. അത് പലപ്പോഴും അവരുടെ വാക്കുകളിൽ നമുക്ക് കേട്ട് മനസ്സിലാക്കാനുള്ള സാധിച്ചതാണ്. അപ്പോൾ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, തീർച്ചയായിട്ടും ഈ കമ്പനി തിരിച്ചു വരും, 100% 110%. ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഒരു വാക്കടിയിട്ട് പറയാം, ഇതുവരെ ഒരു വക്കീലന്മാരും നമ്മൾ തുറന്നു പറയാത്ത കാര്യങ്ങളാണ് ഇന്ന് ഇന്നലെ ഞങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. ഏകദേശം 35ഓളം പേരുണ്ടായിരുന്നു. 20 പേരെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പോലും നമ്മുടെ എല്ലാ ആഗ്രഹം കണ്ടുകൊണ്ട് നമ്മളെല്ലാവരും ഒരുമിച്ചിരുത്തി ഡൽഹിയിൽ നിന്ന് നമ്മുടെ മറ്റേ സുപ്രീം കോടതി വക്കീലടക്കം
വാസവൻ സാർ അടക്കം നമ്മളെ 3 വക്കീലുമാരും നമ്മളെല്ലാം ഒരുമിച്ച് വളരെ ഭംഗിയായിട്ട് നല്ല രീതിയിൽ കാര്യങ്ങൾ കാര്യങ്ങൾ അവിടെ സംസാരിക്കുകയും എല്ലാം നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തരികയും ഇനി മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് തീർച്ചയായിട്ടും നമ്മളെ അറിയിക്കുകയൊക്കെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് സാറേ. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. നെറ്റ്വർക്ക് സൊസൈറ്റിയുടെ മുന്നോട്ട് പോകുന്നുണ്ട്. അയ്യൂബ് സാർ അടുത്ത വിളിച്ചോളൂ. അബ്ദുൾ സാർ കണ്ടിട്ടുണ്ടോ? അബ്ദുൾ സാറിന് ശാരീരികമായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട്, എന്നിട്ടും ഇന്നലെ നമ്മളെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. സാർ ഒന്ന് സംസാരിച്ചോ? ഓക്കെ അപ്പൊ നെക്സ്റ്റ് സംസാരിക്കാം. ഓക്കെ, ഹലോ കേക്കാവോ? വേറെ വിളിച്ചോളൂ. കേൾക്കുന്നുണ്ട് സാർ, പറഞ്ഞോ. ഹലോ കേൾക്കുന്നുണ്ടോ? ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഈ വൈകിയ വേളയിൽ ഞാനെന്ത് സംസാരിക്കാൻ, എല്ലാവരും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എന്നാലും എനിക്ക് പറയാവുന്ന കുറച്ച് കാര്യങ്ങൾ, ചുരുക്കം 2 കാര്യങ്ങൾ പറയാം. കാരണം ഞാൻ കമ്പനിയുടെ കേസ് തുടങ്ങുന്ന കാലത്ത് തൊട്ട് മുതൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും എല്ലാ ലീഡേഴ്സും പറയും, വക്കീലിനെ കാണണം എന്ന് പറയുമ്പോൾ പറയും, ഓ അത് കാണാൻ പറ്റില്ല, ഞാൻ നാടൻ രീതി തന്നെ ഞാൻ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. വക്കീലിനെ കാണാൻ പറ്റും പറയും, വക്കീലിനെ കാണാൻ പറ്റില്ല. ലീഡേഴ്സും പറയും വക്കീലിനെ കാണാൻ പറ്റില്ല. അടുപ്പിച്ചില്ല. ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ആര് പറഞ്ഞാലും കംപ്ലീറ്റ് പോസിറ്റീവ് മൈൻഡിലൂടെ. സാറേ പറയൂ, വീഡിയോ കേൾക്കുന്നുണ്ട്, പറയൂ. വീഡിയോ കോൾ സംസാരിച്ചോ, ഒന്ന് ക്ലിയർ ഉണ്ടോ? പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ അപ്പൊ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകുമ്പോൾ പറയണത് എന്താന്ന് വെച്ചാൽ കാണാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ ഞാനെന്നൊരു വ്യക്തി, ഞാൻ എന്റെ അനുഭവമാണ് പറയുന്നത്. എനിക്ക് ഏകദേശം ആയിരത്തിന് എന്ത് പറഞ്ഞാൽ 1000 തിരിച്ചു വരും എന്ന് പറയുന്ന ഒരാളാണ്. ലാസ്റ്റ് ഈ കേസിന്റെ ശതമാനം മതി എനിക്കൊരു 80%-ത്തിലായി എന്റെ പരിസരം. എന്റെ വീഡിയോ ആരാണ് ഓഫാക്കുന്നത്? അതിൽ ഓഫാക്കുന്നുണ്ടോ? സാറ് റേഞ്ച് ഇല്ല കേട്ടോ, സംസാരം ക്ലിയർ അല്ല. അല്ല, എന്റെ റൈറ്റിലല്ല, എന്റെ വീഡിയോ ആരോ ഓഫാക്കുന്നുണ്ടോ? വീഡിയോ ഇല്ല, റേഞ്ചിന്റെ പ്രശ്നം. ഹലോ, ഓക്കെ, നമുക്ക് ഡിസ്റ്റർബൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്കത് ഓക്കെയാണ് സാറേ, ഓക്കെയാണ്. അപ്പൊ ഞാനിപ്പോ എന്തായാലും എല്ലാ ആൾക്കാരും വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ എനിക്ക് കൂടുതൽ പറയാനുള്ള ആവശ്യം വരുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ അന്ന് മുതൽ ഈ കേസ് തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ ഇപ്പൊ വരെ ഇന്ന് വരെ ഞാൻ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ എല്ലാവരും വിളിക്കുമ്പോൾ പറഞ്ഞുള്ളൂ. അത് കുറെ ആൾക്കാർ പേഴ്സണായിട്ട് വിളിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്. കമ്പനി സുപ്രീം കോടതി വരെ പോണ്ടി വന്നാലും അവിടെ നിന്ന് ഒരു നെഗറ്റിവിറ്റി വരാതെ ഞാൻ പുറകോട്ടില്ല എന്നൊരു വാക്ക് അന്ന് എല്ലാവരോടും പറഞ്ഞു. ഇന്നും ഞാൻ അതന്നെ പറയുന്നത്. ഇന്നലെ വക്കീലെ പറഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ സത്യം പറഞ്ഞാൽ യൂട്യൂബ് സെർച്ച് ചെയ്തു മനോജ് സാറിനെ കുറിച്ചും. നമ്മൾ പോയ അവിടുത്തെ സാറിന്റെ ലോഗോയിൽ കാണിക്കുന്നുണ്ട്, സ്വപ്ന സുരേഷിന്റെ കേസ് വായിച്ചാണ് രാജ്കുമാർ സാർ. പുള്ളി ടാക്സിന്റെയും അതുപോലെ തന്നെ കസ്റ്റംസിന്റെയും മെയിൻ വക്കീലാണ്. ഞാൻ അതിൽ നോക്കിയായിരുന്നു, ലോഗോ താഴെ നോക്കിയായിരുന്നു. അപ്പൊ എന്തായാലും അവരുടെ അസോസിയേഷൻ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ മനോജ് സാർ എന്ന് പറയുന്ന ആളുടെ ഒരു ഇന്റർവ്യൂ, അത് 2 പാർട്ടായിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും പുള്ളി എത്രത്തോളം നല്ല വ്യക്തിയാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ സത്യം പറഞ്ഞാൽ നമ്മളെ മനോജ് സാറെയാണ് ഏറ്റെടുത്ത് പറയുമ്പോൾ തന്നെ പുറത്തുള്ള ആൾക്കാർക്ക് കുരു പൊട്ടി തുടങ്ങി, പല കാര്യങ്ങളും പറയാൻ തുടങ്ങിയിട്ടുണ്ട്. സോ എന്തായാലും നല്ല കാര്യമാണ്. കാരണം കോൺഫിഡൻസ് ഇപ്പോഴും എന്റെ കുറച്ചിട്ടൊന്നുമില്ല. അപ്പൊ സാർ തന്നെയാണ് ഇത് ബഡ്സ് നിയമം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, സാർ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് വിശ്വസിക്കാം. ബാക്കി എല്ലാ കാര്യങ്ങളും മുസ്തഫ സാറും അല്ലെങ്കിൽ അയ്യൂബ് സാറും ബാരി സാറും ഇവരെല്ലാവരും പറഞ്ഞ പോലെ തന്നെ. സോ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക. ഓക്കെ, എന്തായാലും നമുക്ക് എന്തായാലും വക്കീൽമാർ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മുന്നോട്ട് പൊക്കോളൂ. ആരും ഒരു അടി തന്നാൽ തിരിച്ചടിക്കാനാണ് പറയുന്നത്. അല്ലാതെ നിങ്ങൾ തരംതാന്ന് അല്ലെങ്കിൽ എന്താ പറയാ തല താത്തി പോകരുത്. അടിക്കുമ്പോൾ തിരിച്ചടിച്ചോളാം എന്നാ, അത് എന്ത് പ്രതിസന്ധി വന്നാലും അവർ നേരിടാന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് സോ മുന്നോട്ട് തന്നെ പോവാം. ഓക്കെ, വൈകിയ വേളയിൽ ക്ഷമിക്കണം, 10:30 അപ്പൊ എല്ലാവരും ക്ഷീണിതരായിരിക്കും. 10:30 എനിക്ക് പറയാനുള്ളൂ. നമ്മൾ അടുത്ത ദിവസങ്ങൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് ഉണ്ടാവും. അപ്പൊ എല്ലാവരും പങ്കെടുക്കാം. താങ്ക് യു സൂരജ് സർ. മുസ്തഫ സർ, ബാരി സർ കേൾക്കുന്നുണ്ടോ? യെസ് കേൾക്കാം.
അത് അബ്ദുള്ള സാർ ഒന്ന് പൂർത്തിയാക്കിക്കോട്ടെ. അബ്ദുള്ള